നമസ്കാരം. ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി ശ്രീ CP അബൂബക്കർ, ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ അവർകൾ, പുസ്തക സ്വീകരണം ശ്രീമതി തങ്കം നെന്മിനിമംഗലം, മുഖ്യാതിഥി ശ്രീ TS പട്ടാഭിരാമൻ, ചെയർമാൻ ഭാരതീയ വിദ്യാഭവൻ തൃശ്ശൂർ കേന്ദ്ര, പുസ്തക പരിചയം കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ചരിത്ര വിഭാഗം പ്രൊഫസർ NJ ഫ്രാൻസിസ്, ആശംസകൾ അർപ്പിക്കുന്ന പ്രൊഫസർ KJ ജോസഫ്, റവറൻഡ് ഫാദർ ഡോക്ടർ മാർട്ടിൻ KA, ശ്രീ ജെയിംസ് സേവ്യർ, ശ്രീ VT വാസുദേവൻ, ശ്രീ KP രാധാകൃഷ്ണൻ സർ, AA ബേബി സർ, NG നയൻതാര, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നവോത്ഥാന ചരിത്രം പരിശോധിക്കുമ്പോൾ അതിൽ തന്നെ നമ്പൂതിരി സമുദായത്തിൽ നിലനിന്നിരുന്ന ചില അനാചാരങ്ങളെ ഉന്മൂലനം ചെയ്യാൻ യത്നിച്ചവരുടെ കൂട്ടത്തിൽ ശ്രദ്ധേയയാണ് ശ്രീമതി പാർവതി നെന്മിനിമംഗലം. ഒരു കാലത്ത് കേരളത്തിലെ അന്തർജനങ്ങളെ അവരുടെ മറക്കുടയ്ക്കുള്ളിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പരിശ്രമിച്ച, അവരുടെ സാമൂഹ്യ ജീവിതത്തിൽ മാറ്റത്തിൻ്റെ ഒരു കൊടുങ്കാറ്റഴിച്ചുവിട്ട ശ്രീമതി പാർവതി നെന്മിനിമംഗലം ക്ഷണികമാത്രമായ തൻ്റെ ജീവിതത്തിൽ നടത്തിയ പോരാട്ടങ്ങൾ വിസ്മയിപ്പിക്കുന്നതാണ്. അന്തർജന സമാജ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച, മംഗലസൂത്രത്തിൽ കെട്ടിയിടാൻ അങ്കനമാർ അടിമകളല്ലെന്ന് പ്രഖ്യാപിച്ച, നമ്പൂതിരി സ്ത്രീകൾക്കിടയിലെ ഘോഷ ബഹിഷ്കരിച്ചുകൊണ്ട് ചരിത്രത്തിലേക്ക് നടന്നു കയറിയ ശ്രീമതി പാർവതി നെന്മിനിമംഗലം എന്ന നവോത്ഥാന നായികയുടെ ജീവചരിത്രമാണ് ഡോക്ടർ AA ബേബി സാറിൻ്റെ ഞങ്ങൾക്ക് ഈ ലോകമില്ല, ഈ ലോകത്തിന് ഞങ്ങളുമില്ല എന്ന കൃതി. ആയതിൻ്റെ പ്രകാശന ചടങ്ങിലേക്ക് എല്ലാ സുമനസ്സുകൾക്കും സ്വാഗതം. ഏറെ സന്തോഷകരമായ ഈ ചടങ്ങ് ഒരു പ്രാർത്ഥനയോടെ തുടങ്ങട്ടെ. നീരവ്, കൃഷ്ണഭജൻ രണ്ടുപേരെയും ക്ഷണിക്കുന്നു. മൈത്രീം ഭജത അഖില ഹൃജൈത്രീം, മൈത്രീം ഭജത അഖില ഹൃജൈത്രീം, മൈത്രീം ഭജത അഖില ഹൃജൈത്രീം. ആത്മവദേവ പരാനപി പശ്യത, ആത്മവദേവ പരാനപി പശ്യത. യുദ്ധം ത്യജത സ്പർധാം ത്യജത, യുദ്ധം ത്യജത സ്പർധാം ത്യജത. ത്യജത പരേഷ്വക്രമമാം ക്രമണം, ത്യജത പരേഷ്വക്രമമാം ക്രമണം. മൈത്രീം ഭജത അഖില ഹൃജൈത്രീം, മൈത്രീം ഭജത അഖില ഹൃജൈത്രീം. ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന ഏവർക്കും ഔപചാരികമായ സ്വാഗതം ആശംസിക്കുന്നതിനായി കേരള സാഹിത്യ അക്കാദമി മുൻ പബ്ലിക്കേഷൻസ് ഓഫീസർ ശ്രീ ED ഡേവിസ് സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുള്ള ഗുരുജനങ്ങളെല്ലാവർക്കും നമസ്കാരം. അക്കാദമിയുടെ പബ്ലിക്കേഷൻ ഓഫീസർ നയനതാര ഈ വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കേണ്ടത് അക്കാദമിയുടെ സെക്രട്ടറി പ്രൊഫസർ CP അബൂബക്കറാണ്. അദ്ദേഹം അക്കാദമിയുടെ മറ്റൊരു പരിപാടിയിൽ കോട്ടയക്കാട് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ പരിപാടി അല്പം തുടങ്ങാൻ നേരം വൈകിയതുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം എത്തും. പരിപാടി അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും തുടരാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിത് മുൻകൂട്ടി ഓർമ്മിപ്പിക്കുന്നത്. ഈ പുസ്തകം വളരെ വേഗത്തിൽ തന്നെ കേരള സാഹിത്യ അക്കാദമി യാഥാർത്ഥ്യമാക്കി. വളരെയധികം സാധാരണ ഒരു ജീവചരിത്ര രചനയ്ക്ക്
പല ആളുകൾ ഇന്ന് ജീവചരിത്ര രചന നടത്തുന്ന വളരെ അപ്പം ചുട്ടെടുക്കുന്ന രീതിയിലാണ് നമ്മുടെ കേന്ദ്രത്തിലെ നിയമങ്ങൾ ചുട്ടെടുക്കുന്ന പോലെ തന്നെ. അത്തരമൊരു സാഹചര്യത്തിൽ അങ്ങനെ നമ്മുടെ നവോത്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ ഒരു വലിയ പെൺപോരാട്ടത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ത്രീ സാന്നിധ്യത്തിൻ്റെ ആ ചരിത്രം ഇതുവരെയും ആരും എഴുതപ്പെടുകയുണ്ടായില്ല. അവർ വളരെ ചെറുപ്പത്തിലെ തന്നെ, സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ 1911 ജനിക്കുകയും സ്വാതന്ത്ര്യത്തിന് ഏതാണ്ട് 2-3 മാസം മുമ്പേ തന്നെ മരിച്ചു പോവുകയും ചെയ്തുകൊണ്ട് പിന്നീട് അവരെക്കുറിച്ച് കാര്യമായിട്ട് റെഫറൻസുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും നമ്മുടെ സാംസ്കാരിക ചരിത്രത്തിലും അതുപോലെ തന്നെ ഉള്ള പുസ്തകങ്ങളിലൊക്കെ തന്നെ പാർവതി നെന്മേനിമംഗലത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രാധാന്യം, വളരെ ചുരുങ്ങിയ പ്രായത്തിൽ ഒരു സമ്പൂർണ്ണ ജീവിതത്തിൻ്റെ, ഒരു സമ്പൂർണ്ണമായൊരു മഹത്തായ ജീവിതത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ശേഷികളും അവർ സമൂഹത്തിന് കാഴ്ചവെച്ചിട്ടാണ് മറഞ്ഞു പോയത്. ഞാനതേക്കുറിച്ചൊന്നും ദീർഘമായി സംസാരിക്കേണ്ട ഒരാളല്ല. ആ ഒരു ചരിത്ര പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കേരള സാഹിത്യ അക്കാദമി അദ്ദേഹത്തോട് പുസ്തകം രചിക്കാൻ ആവശ്യപ്പെടുകയും അത് അദ്ദേഹം നൽകിക്കഴിഞ്ഞപ്പോൾ വളരെ ഉചിതമായ രീതിയിൽ തന്നെ അതിവേഗത്തിൽ അതിന് മുൻഗണന നൽകിക്കൊണ്ട് അക്കാദമി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതിന് നേതൃത്വം നൽകിയ പബ്ലിക്കേഷൻ ഓഫീസറാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ പുസ്തകത്തിന് ഒരുപക്ഷെ കേരളത്തിലെ ഇതുവരെയുള്ള സാംസ്കാരിക ചരിത്രത്തെ തന്നെ പുനർവായനയ്ക്ക് വിധേയമാക്കുന്ന രീതിയിൽ പാർവതി നെന്മേനിമംഗലത്തിൻ്റെ ജീവിതത്തെ ആവിഷ്കരിക്കാൻ ബേബി മാഷ് ശ്രമിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൻ്റെ ഒരു സവിശേഷത, അതിൻ്റെ ഒരു പശ്ചാത്തലം, ആ പശ്ചാത്തലമൊക്കെ തന്നെ വിവരിച്ചുകൊണ്ട് ഈ പുസ്തകം അദ്ദേഹം യാഥാർത്ഥ്യമാക്കി. ഒരുപാട് പേര്, തൃശ്ശൂരിലെ മാത്രമല്ല കേരളത്തിലെ വ്യത്യസ്ത ഒരുപാട് ലൈബ്രറികൾ, ഒരുപാട് വ്യക്തികൾ, അവരൊക്കെ തന്നെ അവരുടെ അടുത്തൊക്കെ പോയി മാഷ് അന്വേഷിച്ച് രേഖകൾ ചികഞ്ഞ് ഒരു ഘട്ടത്തിൽ മാഷ് ഇതിൻ്റെ ഒരു രചനാ സമയത്ത് ഉള്ളതൊക്കെ കീറിക്കളഞ്ഞ് പരിപാടി അവസാനിപ്പിച്ച ആളാണ്. ഞാൻ മാഷെ നോക്കി ചിരിക്കണം. അങ്ങനെയുള്ള ബേബി മാഷ് ഇത് വീണ്ടും അന്വേഷണം തുടരുകയും കോവിഡിന് ശേഷം കുറേ കൂടി ഊർജ്ജസ്വലനായി രംഗത്തിറങ്ങി ഈ പുസ്തകരചന അദ്ദേഹം യാഥാർത്ഥ്യമാക്കി. അദ്ദേഹം ഇതിനു മുമ്പൊക്കെ തന്നെ പുസ്തക രചനയ്ക്ക് ശ്രമിക്കുകയുണ്ടായിട്ടുണ്ട്. അദ്ദേഹം തൃശ്ശൂരിൻ്റെ സാമ്പത്തിക ചരിത്രം ഏതാണ്ട് എഴുതി പൂർത്തിയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് ആവശ്യമായിട്ടുള്ള പൈലറ്റ് ഒരു പേപ്പർ അവതരണങ്ങളൊക്കെ ആൾ തൃശ്ശൂരിലെ അക്കാഡമിഷ്യന്മാരെയൊക്കെ വിളിച്ചൊക്കെ നടത്തുകയുണ്ടായി. ബേബി മാഷ്ക്ക് എപ്പോഴും പെർഫെക്ഷനെ കുറിച്ചിട്ടുള്ള വലിയ ബോധമാണ്. ബേബി മാഷ് പലപ്പോഴും തൻ്റെ സ്വന്തം കാര്യം വിട്ട് കളഞ്ഞിട്ട്, ഒരുപക്ഷെ ഒരു തൃശ്ശൂരിലെ ഒരു അധ്യാപകൻ ഏറ്റവും അധികം ശിഷ്യന്മാർക്ക് അവരുടെ PhD പ്രബന്ധങ്ങൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുക, അവരെ PhDയിലേക്ക് എത്തിക്കുക, അവരെ ഏത് സന്ദർഭത്തിലും അവരുടെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളിലും സഹായിക്കുന്നതിനൊക്കെ വേണ്ടി ബേബി മാഷ് നടത്തുന്ന ഒരു വളരെ നിശബ്ദമായ സേവനം, അത്തരത്തിൽ സേവനത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹം അക്കാദമിക ജീവിതത്തിൽ പലപ്പോഴും പൂർത്തീകരിക്കേണ്ട പല കാര്യങ്ങളും പൂർത്തീകരിച്ചിട്ടില്ല. ഇവിടെ വെച്ച് ഈ സ്വാഗതം പറയുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് ബേബി മാഷോട് പറയാറുള്ളത്, തൃശ്ശൂരിൻ്റെ സാമ്പത്തിക ചരിത്രം ഇതുപോലെ അന്വേഷിച്ച മറ്റൊരാളില്ല, ഇതുപോലെ ഉപാദാന സാമഗ്രികളുള്ള മറ്റൊരാളില്ല. അതുകൊണ്ട് ബേബി മാഷ് ആ പുസ്തകം എഴുതി പൂർത്തീകരിക്കണമെന്നാണ് എനിക്ക് ആദ്യമായിട്ട് ആവശ്യപ്പെടാനുള്ളത്. ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കട്ടെ. ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി, തൃശ്ശൂരിൻ്റെ സ്വന്തം മന്ത്രി അഡ്വക്കേറ്റ് കെ രാജനാണ്. പ്രകാശനം പരിപാടിക്ക് അദ്ദേഹം ഈ സമയത്ത്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ വളരെ സങ്കീർണമായ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സമയത്ത് ഈ പരിപാടിക്ക് വരാമെന്ന് ഏറ്റത് തന്നെ ഒരുപക്ഷെ ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രാധാന്യം, അതുപോലെ തന്നെ ഈ പുസ്തക രചയിതാവിൻ്റെ ഇതിലുള്ള സംഭാവനകളൊക്കെ തന്നെ മനസ്സിലാക്കിയിട്ടായിരിക്കും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ട രാജനെ
വളരെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകം ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കാമെന്ന് പറഞ്ഞിരുന്ന ഒരാളുണ്ടായിരുന്നു, മൈക്കിൾ തരകൻ സാറ്. സാറിൻ്റെ ഭാര്യ ഇന്നലെ മരിക്കുകയുണ്ടായി. അതുകൂടി ഞാനിവിടെ അറിയിക്കുകയാണ്. ഈ പുസ്തകം പ്രകാശന സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കേണ്ടത് കേരള സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് വളരെ ഉചിതമായ ഒരു കൈകളിലേക്കാണിത് ഈ പുസ്തകം എത്തിക്കുന്നത്. നെന്മിനിമംഗലം തറവാട്ടിലെ മൂത്തമ്മയായിട്ടുള്ള തങ്കം നെന്മിനിമംഗലമാണ് ഈ പുസ്തകം സ്വീകരിക്കുന്നത്. ഞാൻ അവരെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിലെ മുഖ്യാതിഥി ഭാരതീയ വിദ്യാഭവൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ ചെയർമാനായിട്ടുള്ള TS പട്ടാഭിരാമനാണ്. അദ്ദേഹം കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ വലിയ സംരംഭകരിൽ ഒരാളായി മാറിയിരിക്കുകയാണ്. അദ്ദേഹം തൃശ്ശൂരിലെ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ, സാമൂഹ്യ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ശ്രദ്ധിക്കാറുണ്ട്, ഇടപെടാറുണ്ട്. ഞാൻ അദ്ദേഹത്തെ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പുസ്തകപരിചയം നടത്തുന്നത് ചരിത്രാധ്യാപകനായിട്ടുള്ള NJ ഫ്രാൻസിസ് സാറാണ്. അദ്ദേഹം വളരെ പ്രസക്തമായിട്ടുള്ള കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ ഇടപെട്ടുകൊണ്ട് ഒക്കെ തന്നെ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുന്നത് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ പ്രൊഫസർ KJ ജോസഫാണ്. ജോസഫ് സാറിനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ആശംസ നേരുന്നത് ജെയിംസ് സേവിയർ എന്ന് പറയുന്ന ബേബി മാസ്റ്റർ സഹപാഠിയാണ്. അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന് VT വാസുദേവൻ മാഷാണ്. VT വാസുദേവൻ മാഷ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം തയ്യാറാക്കുന്നതിൽ വളരെ ഫലപ്രദമായിട്ട് സഹായിച്ചിട്ടുള്ള ഒരാളാണ്. വാസുദേവൻ മാഷ് VT ഭട്ടതിരിപ്പാടിൻ്റെ മകനാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം നിരന്തരമായിട്ട് വളരെ നിശബ്ദമായിട്ട് ഇപ്പോഴും ആ നവോത്ഥാന മൂല്യങ്ങളോടുകൂടി ജീവിക്കുകയും ആ പാരമ്പര്യത്തെ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ശ്രമിക്കുന്ന വലിയ മനുഷ്യനാണ്. ഞാൻ അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ ആശംസ നേർന്ന് സംസാരിക്കുന്ന സെൻറ് തോമസ് കോളേജിൻ്റെ പ്രിൻസിപ്പൾ, അവിടുത്തെ ഇംഗ്ലീഷ് അധ്യാപകനായിട്ടുള്ള റവറൻ ഫാദർ ഡോക്ടർ മാർട്ടിൻ K ആണ്. ഞാൻ അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റൊരു ആശംസകൻ ഭാരതീയ വിദ്യാഭവൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള എനിക്ക് വളരെയേറെ ആദരവുള്ള പ്രിയപ്പെട്ട KP രാധാകൃഷ്ണൻ സാറാണ്. ഞാൻ അദ്ദേഹത്തെ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. ബേബി മാഷയെക്കുറിച്ച് ഇനി അധികം പറയേണ്ട കാര്യമില്ല. ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് നന്ദി രേഖപ്പെടുത്തുന്ന കേരള സാഹിത്യ അക്കാദമിയുടെ പബ്ലിക്കേഷൻ ഓഫീസർ വളരെ ഊർജ്ജസ്വലമായിട്ട് എന്നെക്കാളും വളരെ കൃത്യനിഷ്ഠയോടും ഉത്തരവാദിത്തോടും കൂടി വളരെ ഭംഗിയായിട്ട് സാഹിത്യ അക്കാദമിയുടെ പബ്ലിക്കേഷൻ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന നയനതാരയെ ഞാൻ ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ പേരെടുത്ത് പറയേണ്ടതായിട്ടുള്ള ആളുകൾ തന്നെയാണ്. ബഹുഭൂരിപക്ഷം പേരും ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം തയ്യാറാക്കുന്നതിൽ ബേബി മാഷ ഒപ്പം നിന്ന് സഹായിച്ച ഒട്ടനവധി പേരുണ്ട്. എല്ലാവരെയും ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി സേവ്യർ സർ. ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി ശ്രീ CP അബൂബക്കർ സാറാണ്. അദ്ദേഹം അധികം വൈകാതെ എത്തിച്ചേരുമെന്ന് കരുതുന്നു. അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഈ പുസ്തക പ്രകാശന ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് നമ്മുടെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഞങ്ങൾക്ക് ഈ ലോകമില്ല, ഈ ലോകത്തിന് ഞങ്ങളുമില്ല എന്ന ഏറ്റവും ശ്രദ്ധേയമായൊരു സന്ദേശത്തോടെ
പാർവതി നെന്മിനി മംഗലത്തിൻ്റെ ജീവിതവും ആ കാലഘട്ടവും അനാവരണം ചെയ്യുന്ന ദീർഘകാലത്തെ പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഏറെ പ്രിയങ്കരായ ബേബി മാഷുടെ ഈ പുസ്തകം പ്രകാശനം ചെയ്യാനുള്ള മഹനീയമായ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ഏതാനും സമയങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുന്ന കേരള സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി CP അബൂബക്കർ, ഈ പുസ്തകം ഏറ്റുവാങ്ങുന്ന നേരത്തെ ഡേവിസ് ഏട്ടൻ ഇവിടെ വിശദീകരിച്ച നെന്മിനി മംഗലത്തെ അമ്മ തമ്പുരാട്ടി തങ്കം നെന്മിനി മംഗലം, പ്രിയപ്പെട്ട ഭാരതീയ വിദ്യാഭവൻ്റെ ചെയർമാൻ TS പട്ടാഭിരാമൻ, വേദിയിൽ പുസ്തകത്തെ പരിചയപ്പെടുത്തുന്ന പ്രൊഫസർ NJ ഫ്രാൻസിസ്, ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈനാൻസ് ആൻഡ് ടാക്സേഷൻ ഡയറക്ടർ പ്രൊഫസർ KJ ജോസഫ്, പ്രിയപ്പെട്ട റവറൻ ഫാദർ ഡോക്ടർ മാർട്ടിൻ, നമ്മുടെ സെൻറ് തോമസ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ, പ്രിയപ്പെട്ട ജെയിംസ് സേവിയർ, VT വാസുദേവൻ, ശ്രീ KP രാധാകൃഷ്ണൻ, നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ ഈ ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ഡോക്ടർ A ബേബി സാർ, പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ, ഈ പരിപാടിയുടെ സ്വാഗതം ആശംസിച്ച ED ഡേവിസ്, സാഹിത്യ അക്കാദമിയുടെ പബ്ലിക്കേഷൻ ഓഫീസർ നയൻതാര, സദസ്സിലാണ് സമ്പന്നമായിട്ടുള്ള ഒരു വലിയ നേതൃത്വമുള്ളത്. പേര് പറഞ്ഞു തുടങ്ങിയാൽ തീരാനാകാത്ത വിധം സമ്പന്നമായിട്ടുള്ള വേദിക്കും സദസ്സിനും നമസ്കാരം. ഇന്ന് ഒരു വല്ലാത്ത പ്രശ്നത്തെയാണ് ഞാൻ വ്യക്തിപരമായി അഭിസംബോധന ചെയ്യുന്നത്. അത് ഏറ്റവും ശ്രദ്ധയോടെ സമീപിക്കേണ്ട, ദീർഘമായിട്ടുള്ള അഭിപ്രായ പ്രകടനത്തിനും വളരെ വാചാലമായിട്ടുള്ള സംസാരങ്ങൾക്കും അവസരമുള്ള ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ 5-10 മിനിറ്റ് മാത്രം സംസാരിച്ചു പോകേണ്ടി വരുന്ന ഒരു പ്രയാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്നലെ ഔപചാരികമായിട്ടുള്ള പ്രഖ്യാപനം വന്നതോടെ തിരഞ്ഞെടുപ്പിൻ്റെ വലിയ തിരക്കിലേക്ക് പൊതുപ്രവർത്തകരായ ഞങ്ങളെല്ലാം പോകപ്പെട്ടിരിക്കുകയാണ്. സർക്കാരിൻ്റെ ഔപചാരികമായിട്ടുള്ള ചുമതലകൾ കൂടി ഇന്നലെ 3 മണിയോടെ തൽക്കാലം നിർത്തിവെച്ചപ്പോൾ പൂർണ്ണസമയ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ വലിയ തിരക്കുകളിലേക്ക് പോകപ്പെട്ടൊരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു പുസ്തക പ്രകാശന ചടങ്ങ് ബേബി മാഷ് നേരത്തെ തന്നെ പറഞ്ഞേൽപ്പിക്കുന്നത്. അന്ന് തന്നെ ഞാൻ മാഷോട് പറഞ്ഞു, ഇന്ന് പ്രത്യേകിച്ച് ഞായറാഴ്ച വൈകുന്നേരം ധാരാളമായിട്ടുള്ള കൺവെൻഷനുകളും യോഗങ്ങളും ഒക്കെ നടക്കുന്നൊരു ദിവസമായതുകൊണ്ട് നേരത്തെ ഏറ്റുപോയി ഒരുപാട് പരിപാടികളുണ്ട്, അത് വന്നെത്തിച്ചേരുക ഒരു പ്രയാസമാണ്. പക്ഷേ നേരത്തെ ഡേവിസ് ഏട്ടൻ ഇവിടെ വിശദീകരിച്ചതുപോലെ 1911 മുതൽ 47 വരെ കേവലം 36 വർഷക്കാലത്തെ ഹ്രസ്വമായൊരു ജീവിതത്തിനകത്ത് പാർവതി നെന്മിനി മംഗലം എന്ന സവർണ ജീവിതത്തിനകത്തെ വനിതകളുടെ അവകാശത്തിന് വേണ്ടിയിട്ടുള്ള വലിയ സമരം ജീവിതം കൊണ്ട് നടത്തിയ ഒരു മഹനീയമായിട്ടുള്ള മഹതിയുടെ ജീവിതവും ആ കാലത്തിൻ്റെ അത്ഭുതകരമായിട്ടുള്ള മാറ്റവും അടയാളപ്പെടുത്താൻ ബേബി മാഷ് റിസർച്ച് ചെയ്തത് ദീർഘമായ 8 വർഷത്തോളം കാലമാണ്. സാധാരണ നിലയിൽ നേരത്തെ ഡേവിസ് ഏട്ടൻ ഇവിടെ വിശദീകരിക്കപ്പെട്ടതുപോലെ ആരെങ്കിലും കുറിച്ചുള്ള കൃതികളുടെ പകുതി പേജും ആത്മജീവിതത്തിൻ്റെ അടയാളപ്പെടുത്തലുകൾ നടത്തി കുറഞ്ഞ സമയം മാത്രം എഴുതുന്നയാളെക്കുറിച്ചിട്ടുള്ള പുസ്തകരേഖകൾ സമർപ്പിച്ച് ഏറ്റവും ചുരുങ്ങിയ കാലം കൊണ്ട് എഴുതപ്പെടുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തെക്കുറിച്ചിട്ടുള്ള പുസ്തകങ്ങളുടെ പരിചയപ്പെടുത്തലുകൾ നടത്തുന്ന ഒരു ഘട്ടത്തിൽ ദീർഘമായൊരു കാലം ജീവിതത്തിൻ്റെ എല്ലാ നന്മകളും മുന്നോട്ട് കൊണ്ടുപോകേണ്ട നല്ല കാലത്ത് പാർവതി നെന്മിനി മംഗലവും അവരുടെ പ്രവർത്തനവും മാത്രമല്ല കേരളത്തിൻ്റെ നവോത്ഥാനവും കേരളത്തിൻ്റെ പുതിയ പരിപ്രേക്ഷ്യവുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ വികസന മാതൃകയെ തന്നെ അതുമായി ബന്ധപ്പെട്ട് എങ്ങനെ സമന്വയിപ്പിക്കാം എന്നത് നല്ലതുപോലെ ശ്രദ്ധിച്ച് ഈ ഒരു പുസ്തകത്തിന് രചന നടത്തിയ ബേബി മാഷോട് കേരളത്തിലെ സർക്കാരിനും അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കുമുള്ള വിധേയത്വം കൂടി പ്രദർശിപ്പിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്നുള്ളത് കൊണ്ടാണ് ചെറിയ നേരമെങ്കിലും ഇവിടെ എത്തിച്ചേരണം എന്നുള്ള നിർബന്ധം എനിക്ക് തന്നെ തോന്നിയത്. എത്തിച്ചേർന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ സദസ്സാണ്. പല വഴികളിൽ കണ്ടുപിരിഞ്ഞ ധാരാളമായിട്ടുള്ള ആളുകൾ, അതാണ് അതിൻ്റെ ഏറ്റവും പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത്. സാധാരണ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ ഒരേ വേദിയിലോ ഓരോ കർമ്മപഥത്തിലോ ഉള്ള ഒരുപാട് ആളുകളെ കണ്ടുമുട്ടുക സാധാരണയാണ്. എന്നാൽ വ്യത്യസ്തങ്ങളായ കർമ്മപഥങ്ങളിലൂടെ സഞ്ചരിക്കുന്ന വ്യത്യസ്ത വീക്ഷണങ്ങളും വ്യത്യസ്ത യാത്രാധാരകളുമുള്ള വിവിധങ്ങളായ മേഖലകളിൽ പെടുന്ന ധാരാളമായ ആളുകൾ ഒരുപക്ഷെ അത്ഭുതകരമാം വിധത്തിൽ ഒരുമിച്ചു ചേരുന്ന
വളരെ വിപുലമായൊരു പുസ്തക പ്രകാശന ചടങ്ങ് സമീപകാലത്ത് നമ്മുടെ നാട്ടിൽ ആദ്യമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യവും ബേബി മാഷുടെ ബന്ധവുമാണ് ഇതിനകത്ത് കാണുന്നത്. വ്യത്യസ്ത അഭിപ്രായങ്ങളുടെ ധാരകളിൽപ്പെട്ടവർ ഇവിടെ ഒത്തുചേരുന്നുണ്ട്. അതും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതമാണ്. സാധാരണ നിലയിൽ നമ്മുടെ നാടിൻ്റെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും നല്ല പരിപ്രേക്ഷ്യം നവോത്ഥാന കാലം മുതൽ ആരംഭിക്കുന്നതാണ്. ഞാൻ വേറെ ഒരു വിഷയത്തിലേക്ക് പോവുകയല്ല. ഈ ജനക്കൂട്ടത്തിൻ്റെ വൈവിധ്യത്തെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, പലപ്പോഴും ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. സാമൂഹ്യ നവോത്ഥാനത്തിന് പല ദിശകളുണ്ടായിരുന്നു. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അയിത്തവും അനാചാരവും കൊടി കെട്ടി ആടിയിരുന്ന ഒരു കാലത്ത് ഏറ്റവും സാധാരണ ജീവിതത്തിനകത്ത് നവോത്ഥാനത്തിൻ്റെ കടുത്ത വെളിച്ചമെത്തിക്കാൻ പരിശ്രമിച്ച നവോത്ഥാന പ്രസ്ഥാനം മുതൽ സവർണ ജീവിതത്തിൻ്റെ ഭാഗമായി നിലനിൽക്കുന്ന അനാചാരങ്ങൾക്കും അസ്വാതന്ത്ര്യങ്ങൾക്കുമെതിരെ പൊരുതിയവരുൾപ്പെടെ ഉൾപ്പെടുന്നതാണ് നവോത്ഥാന കേരളത്തിന് വേണ്ടി നടത്തപ്പെട്ട വലിയ പരിശ്രമങ്ങൾ. പലപ്പോഴും എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. അഥവാ നാം സമൂഹത്തിനോട് ജനാധിപത്യത്തിൻ്റെ യഥാർത്ഥ ബോധം എതിരഭിപ്രായം ഉൾപ്പെടെ അംഗീകരിക്കലാണ് എന്ന് പറയപ്പെടാൻ നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന ധാരാളമായിട്ടുള്ള ഉദാഹരണങ്ങൾ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാരാണ് എന്ന ചോദ്യത്തിന് പല വിധത്തിലുള്ള ഉത്തരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സാധ്യമാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെയും ശ്രീനാരായണീയ സംസ്കാരത്തിൻ്റെയും വൈജാത്യങ്ങളെ സമൂഹത്തിനു പരിചയപ്പെടുത്താൻ യാത്രയാരംഭിച്ച ധാരാളം ശിഷ്യന്മാർ, ചെല്ലുന്നിടത്തെല്ലാം ശ്രീനാരായണ ഗുരുവിൻ്റെ മഠങ്ങളും ആരാധനാലയങ്ങളും സ്ഥാപിച്ചവർ അതതു നാട്ടിലെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാരായി അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ അദ്ദേഹത്തിന് വേണ്ടി കൊളുത്തിവെച്ച കാരമുക്കിലെ നിലവിളക്കുൾപ്പെടെ എത്രയോ പ്രതിഷ്ഠകളുടെ പിന്നിൽ പ്രവർത്തിച്ച ശിഷ്യന്മാരാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും അടുത്തവർ എന്ന് ചർച്ച ചെയ്യുന്നവരുമുണ്ട്. പക്ഷേ ശ്രീനാരായണ സാഹിത്യം നമ്മളോട് വ്യക്തമാക്കുന്നുണ്ട്, ഗുരുവിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യന്മാരിൽ ഒരാൾ സഹോദരൻ അയ്യപ്പനാണ്. ഞാൻ പലപ്പോഴും അത്ഭുതത്തോടെ കാണാറുള്ള ഒരു കാര്യം, സഹോദരൻ അയ്യപ്പൻ എങ്ങനെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യനായി മാറി എന്ന വലിയ ഒരു അത്ഭുതത്തിനാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ സാന്ദർഭികമായി അത് സൂചിപ്പിച്ചതാണ്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നെപ്പോഴും വാദിച്ചിരുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായി മാറുന്നത് ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് വാദിച്ചിരുന്ന അയ്യപ്പനാണ്. ഇവിടെയാണ് പ്രതിപക്ഷത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും സ്വരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ONV കുറുപ്പ് പിൽക്കാലത്ത് എഴുതിയതുപോലെ സഹജാതർ തന്മൊഴി സംഗീതമാകുന്ന കാലം വരും എന്ന വിശ്വാസം എത്രയോ കാലം മുമ്പ് യഥാർത്ഥ ജനാധിപത്യത്തിൻ്റെ അനുഭവങ്ങളായി നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം. ഞാൻ ആ വിഷയത്തിലേക്ക് ഇപ്പോൾ പോവുകയല്ല. കേരളം എങ്ങനെ കേരളമായി എന്ന് കൂടി തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ഒരു സന്ദേശം, ഒരു പരിപ്രേക്ഷ്യം ബേബി മാഷി അടയാളപ്പെടുത്തലുകളിലൂടെ നമ്മുടെ മുമ്പിൽ നടത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കേരളത്തെ ഗോഡ്സ് ഓൺ കൺട്രി പലപ്പോഴും ഒരു ക്ലീഷയായി മാറി തുടങ്ങിയിട്ടുണ്ടോ എന്ന് തോന്നും വിധത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് നമ്മളെ ഇങ്ങനെ വല്ലാത്ത വിധത്തിൽ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടായിരുന്നില്ല. കേരളം ചെകുത്താൻ്റെ നാടായിരുന്നു. ദൈവത്തിൻ്റെ സ്വന്തം നാടായി കേരളം പരിവർത്തനം ചെയ്യപ്പെട്ടത് ഇവിടെ മലകളും പുഴകളും കാട്ടരുവിയുടെ താളവും കാട്ടാറിൻ്റെ ഒഴുക്കും മനോഹരമായ കേരളത്തിൻ്റെ ഹരിതാപയും കൊണ്ടേയല്ല. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടായി പരിവർത്തനം ചെയ്യാൻ വേണ്ടി ചെകുത്താൻ്റെ നാട്ടിൽ നടന്ന നിരവധികളായിട്ടുള്ള നവോത്ഥാന പരിശ്രമങ്ങളിൽ ചിലതാണ് ബേബി മാഷ് ഇവിടെ എഴുതി വയ്ക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചിട്ടുള്ളത്. ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ VT വാസുദേവൻ്റെ കുറിപ്പിൽ സൂചിപ്പിക്കുന്നുണ്ട്, തളിപ്പറമ്പിലെ ഒരു അധ്യക്ഷ പ്രസംഗത്തിൽ പാർവതി നെന്മിനിമംഗലം പറഞ്ഞ അവരുടെ അഭിപ്രായം, ഞങ്ങളുടെ തലമുറയ്ക്ക് പുതിയ കാലത്തെ കരുത്തു പകരാൻ VTയെ പോലെയുള്ള നിരവധി പേരുടെ അഭിപ്രായ പ്രകടനങ്ങളും ജീവിതരേഖയും ഞങ്ങൾക്ക് അഭിമാനകരമായ വിധത്തിൽ പിന്തുണയുണ്ടായിരുന്നു എന്ന് പറഞ്ഞതിനെക്കുറിച്ച് വാസുദേവ മാഷ് ഇതിൻ്റെ ആമുഖ പ്രഭാഷണങ്ങളിൽ ഇടയിലെപ്പോഴോ പറഞ്ഞു വച്ചിട്ടുണ്ട്. സത്യത്തിൽ നമ്മുടെ നാട്ടിൽ നടന്ന വലിയ അത്ഭുതങ്ങളിൽ ചിലതാണ്. സാമൂഹികമായ ഒരു നവോത്ഥാനത്തിൻ്റെ തിരികൊളുത്തിയിടാൻ സവർണ മേധാവിത്വത്തിനകത്ത് നടന്നിട്ടുള്ള പലവിധ പരിശ്രമങ്ങളുടെ ഭാഗമാണ് കേരളത്തിലുണ്ടായ എത്രയോ നാടക പ്രസ്ഥാനങ്ങൾ, എത്രയോ സാഹിത്യ രൂപങ്ങൾ, എത്രയോ വലിയ തർക്കങ്ങൾ, അതിനകത്ത് നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന എത്രയോ നവോത്ഥാനത്തിൻ്റെ ആശയഗതികൾ. 1929 ഡിസംബർ 24 ഇപ്പോൾ എൻ്റെ നിയോജക മണ്ഡലത്തിൽപ്പെടുന്ന എടക്കുന്നി വാരിയത്ത് യോഗക്ഷേമ സഭയുടെ 22ാമത് സമ്മേളനത്തിൻ്റെ ഭാഗമായി ഒരു നാടകം അവതരിപ്പിക്കപ്പെടുന്നത്, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന VTBയുടെ നാടകം. എനിക്ക് തോന്നുന്നു ഭരത് പ്രേംജിയും VTBയും EMSും ഒക്കെ അഭിനേതാക്കളായി മാറി
ഒരുപക്ഷെ ഒരു നാടകത്തിന് മിനിറ്റുകൾ കൊണ്ടൊരു സമൂഹത്തിനകത്ത് ആശയഗതിയിൽ മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് മലയാളത്തെ ബോധ്യപ്പെടുത്തിയ നാടകാവതരണങ്ങളിലൊന്നായിരുന്നു എടക്കുന്നി വാര്യത്ത് യോഗക്ഷേമ സഭയുടെ 22ാമത് സംസ്ഥാന സമ്മേളനത്തിനോടനുബന്ധിച്ച് നടന്ന നാടകം. പ്രേംജിയും EMSഉം BTBയും ഒക്കെ അവതാരകരും അരങ്ങത്തെ അഭിനേതാക്കളുമായി മാറിയ അന്നൊക്കെ അങ്ങനെയായിരുന്നു. കേരളത്തിൽ കെ ദാമോദരൻ എന്ന മഹാനായ മനുഷ്യൻ ഒരു നാടക കർത്താവേ ആയിരുന്നില്ല. എത്രയോ മനുഷ്യനുൾപ്പെടെ എത്രയോ ഭാരതീയ തത്വചിന്തയുടെ എത്രയോ അഗാധമായ തലങ്ങളിലേക്ക് പോയി ചിന്തിച്ചിരുന്ന കേരളത്തിൻ്റെ പ്രത്യേകിച്ച് പൊന്നാനി താലൂക്കിൻ്റെ അഭിമാനകരമായിട്ടുള്ള അനുഭവമായി മാറിയ കെ ദാമോദരൻ EMSൻ്റെ നിർദ്ദേശപ്രകാരമാണ് ആദ്യത്തെ നാടകം പാട്ടഭാഗിക്ക് രൂപം നൽകുന്നത്. യഥാർത്ഥത്തിൽ വന്നേരി താലൂക്കിലെ കർഷക സമ്മേളനത്തിന് മുമ്പൊരു നാടകം വേണം എന്ന് EMS നിശ്ചയിച്ചപ്പോൾ അതെഴുതാൻ വിധിക്കപ്പെട്ടത് അല്ലെങ്കിൽ എഴുതാൻ നിശ്ചയിക്കപ്പെട്ടതൊരു നിയോഗം പോലെ കെ ദാമോദരനായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ വലിയ ചിന്തകൾക്ക് രൂപം നൽകിയ പാട്ടവാക്കി എന്ന നാടകം വന്നേരി താലൂക്കിലെ കർഷക സമ്മേളനത്തിന് മുമ്പാകെ അവതരിപ്പിക്കപ്പെടുന്നത്. BTBയുടെ നാടകം 1929 ഡിസംബർ 24 എടക്കുന്നി വാര്യത്തിൻ്റെ അകമുറിയിൽ അരങ്ങ് തകർത്തപ്പോൾ അതിനിടയിൽ നമ്പൂതിരി യുവാക്കളും മന്ത്രജനങ്ങളും തമ്മിൽ പരസ്പരം തൊട്ടുകൂടാതിരിക്കാനും കൂടിച്ചേർന്നിരിക്കാനും പാടില്ലാത്ത വിധം രൂപീകരിക്കപ്പെട്ട മറ ആദ്യാവതരണത്തിൻ്റെ ഇടവേള എത്തുന്നതിന് മുമ്പ് നമ്പൂതിരി സ്ത്രീകൾ തന്നെ തകർത്ത് പുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ചിരുന്ന് എങ്ങനെ നാടകം കാണാം എന്ന് പിന്നീട് തെളിയിച്ച, എനിക്ക് തോന്നുന്നു അന്ന് നാടകം അവതരിപ്പിക്കപ്പെടുന്നത് ദീർഘമായ 6 മണിക്കൂർ നേരമാണ്. 6 മണിക്കൂറും അത്ഭുതകരമായ വിധത്തിൽ മാറ്റമുണ്ടാക്കി ഒരു നാടകത്തിൻ്റെ ആദ്യഘട്ടത്തിന് എത്രമേൽ ഒരു സമൂഹത്തിനകത്ത് സ്വാധീനം ചെലുത്താൻ കഴിയും എന്ന് ബോധ്യപ്പെടുത്തിയ ഒരു നാടകമായിരുന്നു. BTBയുടെ നാടകം കേവലം എടക്കുന്നി വാര്യത്തെ യോഗക്ഷേമ സഭയുടെ 22ാമത് സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്ത കാണികളെ മാത്രമല്ല ആശയപരമായി ഉയർത്തെഴുന്നേൽപ്പിച്ചത്. പിന്നീട് MRBയും ഉമാന്തർജനവും തമ്മിൽ നടന്ന ആദ്യ വിധവാ വിവാഹത്തിലേക്ക് പോലും എത്തിച്ചത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന മഹനീയമായ ഈ നാടകത്തിൻ്റെ രൂപാവതരണങ്ങളാണ്. യഥാർത്ഥത്തിൽ കേരളത്തെ നവോത്ഥാനത്തിലേക്ക് നയിച്ച അത്തരം എത്രയോ വലിയ പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും വലിയ പങ്കു വഹിക്കാൻ 1911 മുതൽ 47 വരെ നീണ്ട 36 വർഷക്കാലത്തെ ജീവിതത്തിൽ താൻ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടായിരുന്നു എന്ന് സത്യത്തിൽ നമുക്കിടയിൽ ജീവിതമന്വേഷണത്തിന് വേണ്ടി മാറ്റിവെച്ച ഒരു മനുഷ്യൻ ജീവിതമന്വേഷണത്തിൻ്റെ വഴിത്താരകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ മറ്റെല്ലാം ഈ കാര്യത്തിൽ സമർപ്പിക്കാൻ തീരുമാനിച്ച മഹാനായ ഒരു അധ്യാപകൻ സൂക്ഷ്മതലത്തിൽ നടത്തിയ അന്വേഷണങ്ങളിലൂടെ ഒരു പ്രബന്ധം പോലെ ഞങ്ങൾക്ക് ഈ ലോകമില്ല, ഈ ലോകത്തിന് ഞങ്ങളുമില്ല എന്ന കുറിപ്പോടെ പാർവതി നെന്മിനിമംഗലത്തെയും പാർവതി നെന്മിനിമംഗലം പ്രതിനിധീകരിച്ച കാലത്തെയും പാർവതി നെന്മിനിമംഗലം ഉൾപ്പെടെ ഒരു തലമുറ നവോത്ഥാനത്തിന് വേണ്ടി കൊളുത്തിവെച്ച തിരികളിലെ വെളിച്ച ശോഭയെയും നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ അധ്യക്ഷൻ കൂടി വന്നതുകൊണ്ട് ഔപചാരികമായി ചടങ്ങ് നിർവഹിച്ച് നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ തിരിച്ചു പോകണം എന്നുള്ളത് കൊണ്ട് മാത്രം ആ കടമയിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ നാട് അങ്ങനെ നടന്നപ്പെട്ട നവോത്ഥാനത്തിൻ്റെ നിരവധികളായിട്ടുള്ള വെളിച്ചങ്ങളുണ്ട്. സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിനും പൗരാവകാശത്തിനും വേണ്ടി നടത്തിയ എത്രയോ പോരാട്ടങ്ങളുണ്ട്. ശ്രീനാരായണ ഗുരുവും സഹോദരൻ അയ്യപ്പനും അയ്യങ്കാളിയും വാഗ്ബടാനന്ദനും ചട്ടമ്പി സ്വാമികളും പൊയ്കയിലപ്പച്ചനും പണ്ഡിറ്റ് കറുപ്പനും ഒക്കെ നയിച്ച നവോത്ഥാനത്തിൻ്റെ ഒരു ധാര ക്ഷേത്രപ്രവേശന വിളംബരത്തിനു വേണ്ടി നടത്തിയ വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും ഉൾപ്പെടെ ബന്ധപ്പെടുത്തി മുന്നോട്ട് പോകുന്നതാണെങ്കിൽ കേരളത്തിൽ സവർണ സമൂഹത്തിനകത്തുണ്ടായ അനവധി അനാചാരങ്ങൾക്കെതിരായി നടന്ന സമരങ്ങളുടെ സമുജ്വലമായൊരു ചരിത്രം കൂടി അതിനോട് തുല്യമായി ഉയർന്നു വന്നൊരു ധാരയായി നമ്മുടെ പൊതുസമൂഹത്തിനകത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. ഈ രണ്ട് ധാരകളുടെയും നടുവിലാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ കർഷക പ്രസ്ഥാനത്തിലൂടെ ആരംഭിച്ച് ഇടതുപക്ഷ പുരോഗമന കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിലേക്ക് പോയ വലിയ സമരങ്ങൾ നടന്നത്. അങ്ങനെ പറഞ്ഞാൽ നവോത്ഥാനത്തിന് വേണ്ടി ഒരു തലമുറ ഉഴുതുമറിച്ചിട്ട മണ്ണിലാണ് നിലനിൽക്കാനുള്ള അവകാശത്തിന് വേണ്ടി മലയാളി നടത്തിയ സമുജ്വലമായ സമരവും അതിനെ തുടർന്ന് കേരളത്തിലുണ്ടായ ഗവൺമെൻറ്റും കേരളത്തിലെ ഗവൺമെൻറ്റുകളുണ്ടാക്കിയ നിയമനിർമ്മാണ സഭയിലെ പുതിയ നിയമങ്ങളും ഒരു സമൂഹത്തിൻ്റെ തലയ്ക്കുമീതെ അത് ഉയർത്തിപ്പിടിച്ച അഭിമാനകരമായ അടയാളപ്പെടുത്തലുകളുമെല്ലാം അതിനുവേണ്ടി നടന്ന സമരങ്ങളാണ്. ആ സമരങ്ങളുടെ വലിയ മറകൾക്കു താഴെ പറഞ്ഞാൽ തീരാത്ത വിധം കർഷക പ്രസ്ഥാനം മുതൽ നവോത്ഥാന പോരാട്ടങ്ങൾ വരെ നീണ്ട അനവധികളായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു നാടാണ് കേരളം. പക്ഷേ നമുക്ക് പാർവതി നെന്മിനിമംഗലം ഉൾപ്പെടെ ഒരു തലമുറ
തങ്ങളുടെ സമുദായത്തിനകത്ത് സ്ത്രീകളുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് സമരം നടത്തിയതെങ്കിൽ കേരളത്തിൽ ആ സമരം എല്ലാ ധാരകളെയും ബന്ധപ്പെടുത്താവുന്ന വിധത്തിൽ സ്ത്രീയുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരമായി ഉയർന്നുവെങ്കിൽ ആ കാലം തോൽക്കപ്പെടുന്നുവോ എന്ന ഭീതി ഇന്ത്യയുടെ സാമൂഹ്യ സാഹചര്യത്തിലുണ്ടാകുന്ന ഒരു ഘട്ടത്തിലേക്ക് നാം പോകുന്നു. മനുഷ്യജീവിതത്തിൻ്റെ ഓരോ അവയവങ്ങൾക്കും കരം കൊടുക്കണം എന്ന് പ്രഖ്യാപിച്ച ഒരു കാലത്താണ് മുലക്കരം ചോദിക്കാനെത്തിയ രാജാവിൻ്റെ ഭൃത്യൻ്റെ മുമ്പിലേക്ക്, നാട്ടുപ്രമാണിയുടെ ഭൃത്യൻ്റെ മുമ്പിലേക്ക് മുറിച്ചെടുത്ത ഇലയിൽ തൻ്റെ മാറ് പൂർണ്ണമായും മുല മുറിച്ചു കൊടുത്ത് ഒരു ദിവസം വൈകുന്നേരം വരെ ഒഴുകി വീണ ചോരത്തുള്ളികളുടെ നടുവിൽ നങ്ങേലി എന്ന വിപ്ലവകാരിയായ ദളിത് സ്ത്രീ മരണപ്പെട്ടതെങ്കിൽ കേരളം എത്രയോ തവണ മറികടന്നിട്ടുണ്ട് സ്ത്രീയുടെ നിലനിൽപ്പിനും തുല്യതയ്ക്കും വേണ്ടിയിട്ടുള്ള സമരമുഹൂർത്തങ്ങളിൽ. ഇപ്പോഴും പക്ഷേ നമ്മുടെ നാട് വിലപിക്കുകയാണ്. പാർവതി നെന്മിനിമംഗലം ഉൾപ്പെടെ ഒരു തലമുറ സ്ത്രീ സമത്വത്തിന് വേണ്ടി നടത്തിയ വലിയ സമരങ്ങളെക്കുറിച്ച് തുടർച്ചയായി നടത്തിയ അന്വേഷണത്തിൻ്റെ ഒരു പുതുപുസ്തകം നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ നാം സമർപ്പിക്കുമ്പോൾ 75 വർഷക്കാലം സ്വാതന്ത്ര്യത്തിൻ്റെ അഭംഗുരമായ വഴികളിലൂടെ നടന്നുപോയ ഒരു രാജ്യത്തിൽ, ഈ രാജ്യത്തിൻ്റെ ഭാഗമായി എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും അനുഭവിക്കേണ്ട ഒരു സംസ്ഥാനത്തിനകത്ത് ഭരണഘടനയുടെ കീഴിൽ ഇതെല്ലാം അനുവദിക്കാൻ അവകാശപ്പെട്ട മണിപ്പൂരിനെ പോലെ ഒരു സംസ്ഥാനത്തിനകത്ത് മെയ്തിയാകട്ടെ കുക്കിയാകട്ടെ ആൾക്കൂട്ട ആരവത്തിൻ്റെ നടുവിൽ പൂർണ്ണ നഗ്നരായി 2 സ്ത്രീകൾ പോകേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ അപമാനം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ 142 കോടിയോളം വരുന്ന മനുഷ്യന് ഇനി അനുഭവിക്കാനില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. സച്ചിദാനന്ദ മാഷ് എഴുതിയതുപോലെ മണിപ്പൂരിലെ അർദ്ധനഗ്നരായല്ല പൂർണ്ണനഗ്നരായി ആൾക്കൂട്ടാരവത്തിൻ്റെ കൂക്കുവിളികൾക്കിടയിൽ അപമാനിതരായി 2 പാവപ്പെട്ട സ്ത്രീകൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സച്ചിദാനന്ദൻ മാഷ് എഴുതിയതുപോലെ ഭാരതാംബേ നിൻ്റെ നാണം മറയ്ക്കാൻ ഒരു ദേശീയ പതാക പോലും ഇല്ലാതെ പോയല്ലോ എന്ന് വിലപിക്കേണ്ടി വരുന്ന ഒരു ഘട്ടമുണ്ട്. ഭാരതീയ വിദ്യാഭവൻ്റെ ഈ നിറഞ്ഞ സദസ്സിൻ്റെ മുമ്പിൽ പ്രിയപ്പെട്ട ബേബി മാഷയുടെ പുസ്തകം സ്വീകരിക്കുമ്പോൾ തുടർച്ചയായൊരു വേദനയായി അത് നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കാൻ കാരണം. ഭർത്താവിൻ്റെ ചിതയിലേക്ക് ചാടി മരിക്കുന്ന സതിക്കെതിരായി വലിയ നവോത്ഥാന പ്രസ്ഥാനമുണ്ടായ രാജ്യത്ത് പിതാ രക്ഷതോ കൗമാരേ ഭർത്താ രക്ഷിതോ യൗവനെ പുത്രാ രക്ഷതോ വാർദ്ധക്യേ നസ്രീ സ്വാതന്ത്ര്യമർഹതി എന്ന് വിളിച്ചിരുന്ന ഒരു കാലത്ത് സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തപ്പെട്ട സകല സമരങ്ങളുടെയും പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേവലം സംവരണത്തിനു വേണ്ടിയല്ല സാമൂഹ്യനീതിക്കും തുല്യതയ്ക്കും വേണ്ടിയുള്ള സമരത്തിൽ ഒറ്റപ്പെട്ടതല്ലാതെ കൂടിച്ചേരാവുന്ന എല്ലാവരെയും കൂട്ടി മുന്നോട്ട് പോകേണ്ട ഒരു ഘട്ടം നമ്മുടെ സമൂഹത്തിനകത്തുണ്ടായിട്ടുണ്ട് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടെ ഈ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് പോകുന്നു. ബേബി മാഷെക്കുറിച്ച് പ്രത്യേകിച്ച് ഞാനൊന്നും പറയേണ്ടതില്ല. ബേബി മാഷെ നിങ്ങൾക്കെല്ലാവർക്കും പരിചിതനാണ്. ഒരുപക്ഷെ വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിലും ദീർഘമായ കാലമല്ലെങ്കിലും കുറഞ്ഞ കാലത്തിനിടയിൽ രാധാകൃഷ്ണേട്ടനും ബേബി മാഷുമൊക്കെ വളരെ പ്രിയപ്പെട്ടവരായി ഞങ്ങൾക്ക് മാറ്റപ്പെട്ടവരാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ചെറിയ ചെറിയ സ്പന്ദനങ്ങളിലും എങ്ങനെ അതുണ്ടായി എന്നും ആ സ്പന്ദനത്തിൻ്റെ പിന്നിലെ രഹസ്യമെന്താണെന്നും അന്വേഷിക്കാൻ ഈ കാലത്തും യുവത്വത്തെ തോൽപ്പിക്കുന്നൊരു മനസ്സ് സ്വന്തമായി സൂക്ഷിച്ച ഒരാളാണ് ബേബി മാഷ് എന്നുള്ളത് കൊണ്ടാണ് നേരത്തെ രാധാകൃഷ്ണേട്ടൻ സ്വകാര്യമായി പറഞ്ഞതുപോലെ എഴുതി തയ്യാറാക്കിയ ഓരോ കുറിപ്പും ബാക്കി പോലും എടുത്തു വയ്ക്കാതെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കത്തിച്ച് കളയുന്ന ബേബി മാഷ് അദ്ദേഹത്തിൻ്റെ കത്തിക്കാത്ത വരികളെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു പുസ്തകമായി അതും നമ്മുടെ മുമ്പിൽ അഭിമാനത്തോടെ അവതരിപ്പിക്കുന്ന ഈ ഘട്ടത്തിൽ ഡേവിസ് ഏട്ടൻ സൂചിപ്പിച്ചതുപോലെ ഈ തൃശ്ശൂരിൻ്റെ സാമ്പത്തികം ഉൾപ്പെടെയുള്ള ചരിത്രത്തെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം കൂടി മാഷ് ഏറ്റെടുക്കണം എന്ന് സവിനയം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രസിദ്ധീകരണം വെളിച്ചം കാണിക്കാൻ സാഹിത്യ അക്കാദമിയേക്കാൾ വലിയൊരു പ്രസിദ്ധീകരണം ഇന്ന് നമ്മുടെ സമൂഹത്തിലില്ല. അതിന് നേതൃത്വം നൽകിയ സാഹിത്യ അക്കാദമിയെയും കേരള സംസ്ഥാന സർക്കാരിന് വേണ്ടി ഊഷ്മളമായി അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. ഏറെ അഭിമാനത്തോടെ തങ്കം നെന്മിനിമംഗലത്തിന് ഈ മഹാരഥന്മാരായ എല്ലാ മനുഷ്യരുടെയും മനുഷ്യ സ്നേഹികളുടെയും അനുവാദത്തോടെ ഈ പുസ്തകം കൈമാറുന്നതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. അതിനു മുമ്പ് ബേബി സാറിൻ്റെ പ്രിയ പത്നി എമിലി ടീച്ചറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. പാർവതി നെന്മിനിമംഗലത്തെക്കുറിച്ച് ഡോക്ടർ എ ബേബി രചിച്ച സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിക്കുന്ന ഞങ്ങൾക്ക് ഈ ലോകമില്ല ഈ ലോകത്തിന് ഞങ്ങളും എന്ന ഗ്രന്ഥം ശ്രീമതി തങ്കം നെന്മിനിമംഗലത്തിന് നൽകിക്കൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ അവർകൾ പുസ്തകം പ്രകാശനം ചെയ്യുന്നു.
സഹധർമ്മിണിയുടെ സ്വപ്നങ്ങൾക്ക് ഒപ്പം നിലകൊണ്ട ഉൽപ്പതിഷ്ണുവായ ശ്രീ വാസുദേവൻ നെന്മിനിമംഗലത്തിൻ്റെ സഹോദരപുത്രൻ്റെ ഭാര്യയാണ് ശ്രീമതി തങ്കം നെന്മിനിമംഗലം. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി ശ്രീ CP അബൂബക്കർ സാറിനെ 2 വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. സദസ്സിലുമുള്ള സഹോദരി സഹോദരന്മാർക്ക് നമസ്കാരം. ഇതുപോലെ തന്നെ പ്രധാനമായ മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്തത് കൊണ്ടാണ് ഞാൻ എത്തിച്ചേരാൻ വൈകിയത് എന്ന കാര്യം അറിയിച്ചുകൊള്ളട്ടെ. അർണോസ് പാതിരിയുടെ 292ാമത് ചരമവാർഷികം ഇതിനടുത്ത കൊട്ടേക്കാട് കപ്പേളയിൽ വെച്ച് നടക്കുകയായിരുന്നു. കേരളീയ നവോത്ഥാനത്തിൽ നിർണായകമായ പങ്ക് വഹിച്ച ഒരാളാണ് അർണോസ് പാതിരിയും. വിശാലമായ അർത്ഥത്തിൽ, നവോത്ഥാനത്തിൻ്റെ വിശാലമായ അർത്ഥത്തിൽ പ്രാദേശിക ഭാഷകളുടെ വികാസവും ഒരു പ്രധാന ഘടകമായി വരുന്നു എന്നുള്ള നിലയിൽ അർണോസ് പാതിരിയുടെ സംഭാവന കേരളീയ നവോത്ഥാനത്തിനും കേരളീയ സംസ്കാരത്തിനും മലയാള ഭാഷയ്ക്കും വളരെ നിർണായകമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ കൂടി പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു. അത് 4 മണിക്കാണ് ആ പരിപാടി വച്ചിരുന്നത്. സ്വാഭാവികമായി ഉണ്ടാകുന്ന ചെറിയ സമയവിളംബം അവിടെയും സംഭവിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എത്തിച്ചേരാൻ വൈകിയത്. നെന്മിനിമംഗലത്തിനെ സംബന്ധിച്ച് സാഹിത്യ അക്കാദമിയാണ് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. പാർവതി നെന്മിനിമംഗലം കേരളീയ സ്ത്രീത്വത്തിൻ്റെ വലിയ മാതൃകയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല. മന്ത്രി രാജൻ വളരെ വിശദമായി അതിനെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഡോക്ടർ A. ബേബിയുടെ പുസ്തകം ഞാൻ നോക്കി തുടങ്ങുന്നേ ഉള്ളൂ. അത് ഞാനാണ് പ്രസിദ്ധീകരിച്ചത് എന്നുള്ള കാര്യം ഒക്കെ വെച്ചുകൊണ്ട് അത് സമ്പൂർണ്ണമായി ഞാൻ വായിച്ചു കഴിഞ്ഞിട്ടില്ല. 19-ാം നൂറ്റാണ്ടിലെ കേരളത്തിൻ്റെ ഏതാണ്ട് സമഗ്രമായൊരു ചിത്രം ആ പുസ്തകത്തിലുണ്ട്. കേരളത്തിലെ ബ്രാഹ്മണ സമൂഹത്തിൻ്റെ ജീവിതത്തെ സംബന്ധിച്ചും വളരെ വിശദമായ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഒരു സ്ത്രീ 36ാമത്തെ വയസ്സിൽ നിര്യാതയായ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ യൗവനത്തിൽ തന്നെ മരിച്ചുപോയ ഒരു സ്ത്രീയാണ്. കേരളീയ സ്ത്രീകൾക്ക് ആകമാനം നേതൃത്വം നൽകുന്ന രീതിയിൽ അന്നത്തെ സവർണ മേധാവിത്വത്തിൻ്റെ, ബ്രാഹ്മണ മേധാവിത്വത്തിൻ്റെ ആധിപത്യ ശബ്ദങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തിയത്. സ്വന്തം കുടുംബത്തിലെ ജീവിതം സമാധാനപരമായി നിലനിർത്തുകയും എന്നാൽ സമൂഹത്തിൽ വലിയ അഗ്നിബോംബുകൾ വർഷിക്കുകയും ചെയ്ത ഒരു സ്ത്രീയായിരുന്നു പാർവതി നെന്മിനിമംഗലം. അവരെ സംബന്ധിച്ച ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞതിൽ സാഹിത്യ അക്കാദമിക്ക് വലിയ അഭിമാനമുണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ അറിയിക്കുകയാണ്. ഞാൻ കൂടുതൽ സമയം ഇതിനെ സംബന്ധിച്ച് സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഈ യോഗത്തിൻ്റെ മുഖ്യ അതിഥിയും ഭാരതി വിദ്യാഭവൻ തൃശ്ശൂർ കേന്ദ്രത്തിൻ്റെ ചെയർമാനുമായ ശ്രീ TS പട്ടാഭിരാമൻ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കും. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ടാതിഥികളെ, സുഹൃത്തുക്കളെ, നമ്മുടെ റവന്യൂ മന്ത്രി പറഞ്ഞ മാതിരി തന്നെ ഈ സാഹിത്യകാരന്മാർക്കിടയിൽ ഒരു സംരംഭകൻ എങ്ങനെ വന്നു എന്നുള്ളതാവും നിങ്ങളെല്ലാം ചിന്തിക്കുക. ആ സംശയം എനിക്കുമുണ്ട് വാസ്തവത്തിൽ. പക്ഷേ ഭാരതീയ വിദ്യാഭവൻ്റെ ചെയർമാനാണ് ഞാൻ. ശ്രീ ബേബി മാഷ് ഇതിൻ്റെ മാനേജിങ് കമ്മിറ്റിയിൽ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നൊരു വ്യക്തിയും കൂടിയാണ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, പാർവതി നെന്മണിമംഗലം നവോന്നത ഇങ്ങനെ അവരുടെ ഒരു പുസ്തകമാണത്. അത് തീർച്ചയായിട്ടും ചെയർമാൻ വരണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ വന്നത്. ഞാൻ അപ്പോഴും പറഞ്ഞു ഞാൻ സദസ്സിലിരിക്കാം, വേദിയിലിരുന്ന അത് അപകടമാവും. കാരണം ഈ സംരംഭകർ പൊതുവെ കാര്യമായിട്ടുള്ള വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ് റിസ്ക് എടുത്ത് ബിസിനസ്സിൽ വരിക.
അങ്ങനെ ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ധാരാളം പുസ്തകങ്ങളൊന്നും വായിച്ച് പരിചയമൊന്നും എനിക്കില്ല. എന്നാലും ബേബി മാഷെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ത്യാഗിയാണ് അദ്ദേഹം. 8 വർഷത്തോളം റിസർച്ച് ചെയ്തിട്ടാണ് ഈ പുസ്തകം തന്നെ രചിച്ചത് എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കാവുന്നുള്ളൂ. ഞങ്ങളുടെ മാനേജിങ് കമ്മിറ്റി മീറ്റിങ്ങിൽ വന്നാലും എന്തോ കാര്യമായിട്ട് ചിന്തിച്ചിരിക്കുന്നത് കാണാം. മാഷ് എന്താ അങ്ങനെ ചിന്തിക്കണേ ചോദിക്കുമ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇതായിരുന്നു എന്ന്. അപ്പോൾ ഒരു 8 കൊല്ലം, അതായത് 1911 ജനിച്ച പാർവതി നെന്മണിമംഗലം 36 വർഷം കൊണ്ട് അവർ ജീവിതം അവസാനിപ്പിച്ചു. അവരെ പറ്റി റിസർച്ച് ചെയ്ത് ഇത്രയും കാര്യമായ ഒരു പുസ്തകം എഴുതി എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ്. മാത്രമല്ല ഇവരൊക്കെ വിസ്മരിക്കപ്പെട്ടവരാണ്. ഇവരെപ്പറ്റി എഴുതുകയും ആ പുസ്തകം സാഹിത്യ അക്കാദമി തന്നെ പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ബേബി മാഷിൻ്റെ ആ ഒരു ധാർമ്മിക ഉത്തരവാദിത്വവും ബേബി മാഷ മനസ്സിലാക്കിയിട്ടുള്ളവരാണ് സാഹിത്യ അക്കാദമിയിലത്തെ പ്രസിഡൻറ്റും സെക്രട്ടറിയും മറ്റുള്ളവരെ എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ നമ്മുടെ റവന്യൂ മിനിസ്റ്റർ രാജൻ ചെറിയ രാഷ്ട്രീയമൊക്കെ പറഞ്ഞാലും കാര്യമായി ഇതിനെപ്പറ്റി വർണ്ണിച്ചു അതിനുശേഷം ഞാൻ കാര്യമായിട്ട് ഇതിൽ പറയാൻ ശക്തനല്ല ഞാൻ. അതുകൊണ്ട് ഈ ബേബി മാഷക്കും ഈ പുസ്തകവും ഇതിനും എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ശ്രീമതി പാർവതി നെന്മിനിമംഗലം അവരുടെ ജീവിതം അല്പമൊക്കെ നമ്മൾക്ക് അറിയാമെങ്കിലും ഗ്രന്ഥത്തെക്കുറിച്ചും ഗ്രന്ഥകർത്താവിനെക്കുറിച്ചും കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ചരിത്ര വിഭാഗം പ്രൊഫസറും ഏർലി ബുദ്ധിസ്റ്റ് ഇൻസ്ക്രിപ്ഷൻസ് ഓഫ് അമരാവതി എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവുമായ പ്രൊഫസർ NJ ഫ്രാൻസിസ് സാറിനെ പുസ്തകം പരിചയപ്പെടുത്തുന്നതിനായി ആദരവോടെ ക്ഷണിക്കുന്നു. വേദിയിലെയും സദസ്സിലെയും പ്രിയപ്പെട്ടവരെ, ഞാൻ ചെറിയൊരു ക്ഷമാപണത്തോടെ തന്നെ എനിക്ക് നിങ്ങളെ അഭിസംബോധന ചെയ്ത് തുടങ്ങണം എന്ന് തോന്നുന്നു. ക്ഷമാപണത്തിന് കാരണം മറ്റൊന്നുമല്ല, ഇന്നലെ രാത്രി ഒരു 10 മണിക്ക് ശേഷം മാത്രമാണ് ഞാനാണ് ഈ പുസ്തകത്തെപ്പറ്റി സംസാരിക്കേണ്ടത് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. ബേബി മാഷായിട്ടുള്ള എൻ്റെ പരിചയം ഒരു 30 വർഷത്തോളം നീളുന്നതാണ്. മാഷ പുസ്തകം അതിൻ്റെ മാനുസ്ക്രിപ്റ്റ് സ്റ്റേജിൽ ഞാൻ കാണുകയും ചെയ്തിരുന്നു. ചില നിർദ്ദേശങ്ങൾ എൻ്റേതായിട്ടുള്ള ചരിത്ര വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ എൻ്റെ നിർദ്ദേശങ്ങൾ മാഷോട് സംസാരിക്കുകയും മാഷ് ചില മാറ്റങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തി ഉണ്ടായി. വളരെ സന്തോഷകരമായിട്ട് ഞാനത് കാണുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ എന്നാൽ തന്നെയും ഈ പുസ്തകത്തിന് ഒരു പുസ്തകത്തെ നിങ്ങൾക്ക് ഒരു സദസ്സിന് മുൻപിൽ പരിചയപ്പെടുത്തുക എന്നുള്ളത് ഞാൻ ഇന്ന് രാവിലെ മാത്രം ഏറ്റെടുത്ത ഒരു കാര്യമാണെന്നുള്ള ഇതാണ് എൻ്റെ ക്ഷമാപണം. അതുകൊണ്ട് ഒരു പക്ഷേ സദസ്സിലോ വേദിയിലോ ഇരിക്കുന്ന മറ്റു പലരേക്കാൾ ഈ പുസ്തകമായിട്ട് ഒരുപക്ഷെ കുറഞ്ഞ പരിചയം മാത്രമുള്ള ഒരാളായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതിന് എനിക്ക് ക്ഷമാപണം തരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കാം. ഞാൻ ഈ പുസ്തകത്തെ പറ്റി പറയുന്നതിന് മുൻപ് പുസ്തകം നിങ്ങൾ പലരും ഓൾറെഡി വായിച്ചു കഴിഞ്ഞവരായിരിക്കാം, അല്ലെങ്കിൽ പുസ്തകം നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞവരായിരിക്കാം. ഇനിയും ഇത് കഴിഞ്ഞ് പുസ്തകം മേടിക്കുകയും വായിക്കുകയും ചർച്ച ചെയ്യാൻ പോകുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ അതിന് മുൻപ് ഈ പുസ്തകം എഴുതിയ ആളെ പറ്റി ഞാനൊന്ന് പറഞ്ഞ്, കാരണം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്കൊരു 10-35 വർഷത്തെ പരിചയം, അതിൽ കൂടുതലേ ഉണ്ടാവുള്ളൂ. 10-35 വർഷത്തിൽ കൂടുതൽ പരിചയങ്ങളുണ്ട്. ഞാൻ പറയും അത് വ്യക്തിപരമായിട്ടുള്ള ചില പരാമർശങ്ങളായിട്ടല്ല ഞാൻ അതിനെ ഒതുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാനത് ചരിത്ര രചനയിൽ അദ്ദേഹം നേരിട്ട പല പ്രശ്നങ്ങളും വളരെ വർഷങ്ങളായിട്ട് അദ്ദേഹം ഇക്കണോമിക്സിൻ്റെ സാമ്പത്തിക ശാസ്ത്ര അധ്യാപകനും വിദഗ്ധനുമാണെങ്കിൽ തന്നെയും പലപ്പോഴും ഇക്കണോമിക് ഹിസ്റ്ററിയിലേക്കും അദ്ദേഹം കടന്നു ചെല്ലുകയും തൃശ്ശൂരിൻ്റെ നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചു സാമ്പത്തിക ചരിത്രം വിശദമായിട്ട് പഠിക്കാൻ ആരംഭിക്കുകയും ഒക്കെ ചെയ്ത പ്രൊഫസർ KN രാജിൻ്റെ ഒക്കെ വിദ്യാർത്ഥിയായിട്ട് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിലും ഒക്കെ വർക്ക് ചെയ്യുകയൊക്കെ ഗവേഷണം നടത്തുകയൊക്കെ ചെയ്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ തൃശ്ശൂർ ചരിത്ര അന്വേഷണത്തിലേക്ക്, സാമ്പത്തിക ചരിത്ര അന്വേഷണത്തിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം പാർവതി നെന്മിനിമംഗലത്തിൻ്റെ ചരിത്രത്തിലേക്കും സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിലേക്കും നാടിൻ്റെയും സമൂഹത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ പ്രശ്നങ്ങൾ എങ്ങനെ സാമ്പത്തിക ചരിത്രത്തെ നേരിട്ടു, അല്ലെങ്കിൽ അതുമായിട്ട് എന്ത് എൻഗേജ്മെൻറ്റാണ് കാലാകാലങ്ങളിൽ നടത്തിയത് എന്ന് അന്വേഷിച്ച ഒരു വ്യക്തിയാണ്.
ഈ അന്വേഷണത്തിനിടയിൽ അദ്ദേഹം പലപ്പോഴും നേരിട്ടൊരു പ്രശ്നം, ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഞാനും നേരിട്ടൊരു പ്രശ്നമാണ്. ആ പ്രശ്നം ഇതാണ്, ഞാൻ എല്ലാവരും മുമ്പിലേക്ക് പറയാം. അത് രേഖകളുടെയും തെളിവുകളുടെയും അഭാവമാണ്. പ്രത്യേകിച്ച് ചരിത്ര വിദ്യാർത്ഥികൾ പലപ്പോഴും നേരിടുന്ന ഏറ്റവും വലിയൊരു ക്രൈസിസ് രേഖകളുടെ അഭാവമാണ്. പക്ഷേ ഇന്ന് രേഖകളുടെ അഭാവത്തിലും ചരിത്രം എഴുതാൻ പറ്റുകയും ചരിത്രം ഘോഷിക്കാൻ പറ്റുകയും ചെയ്യുന്ന ധാരാളം ആൾക്കാരും നമ്മുടെ മധ്യത്തിലുണ്ട് എന്നുള്ളത് ചിലപ്പോൾ രസകരമായിട്ട് തോന്നാം, ചിലപ്പോൾ അത് ഖേദകരമായിട്ട് തോന്നാം. പക്ഷേ ബേബി മാഷ പുസ്തകം ഒരു പക്ഷേ ഇത്ര വൈകാനുണ്ടായ കാരണം അദ്ദേഹം ചരിത്രത്തിൻ്റെ തെളിവുകൾ പാർവതി നെന്മിനിമംഗലുമായിട്ട് ബന്ധപ്പെട്ട ആ മഹത് വ്യക്തിയുടെ ചരിത്രവും പശ്ചാത്തലവും ഒക്കെ അന്വേഷിച്ച് നടന്ന് തെളിവുകൾ കിട്ടാതെ ഒരുപാട് കാലം കറങ്ങിപ്പോയി എന്നുള്ളത് ഞങ്ങൾ പലപ്പോഴും സംസാരിച്ചൊരു കാര്യമാണ്. ഇവിടെ വെച്ച് നേരത്തെ ഇവിടെ മന്ത്രി ഉണ്ടായിരുന്നു, ഒരു സംരംഭകൻ എന്നാണ് നമ്മളോട് പറഞ്ഞെങ്കിൽ തന്നെയും അവരിവിടെ വേദിയിലില്ല, പക്ഷെ എന്നാൽ തന്നെയും എല്ലാവരുടെയും മുമ്പിലേക്ക് ഞാനൊരു കാര്യം പറയട്ടെ, ചരിത്രം വെച്ചുകൊണ്ടാണ് കേരളം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. സാമൂഹ്യ ചരിത്രം ആയിക്കോട്ടെ, മതചരിത്രം ആയിക്കോട്ടെ, എന്ത് തരത്തിലുള്ള ചരിത്രം ആയിക്കഴിഞ്ഞാലും നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രധാന കൈമുതൽ ചരിത്രം തന്നെയാണ്. അത് സാമൂഹ്യ ചരിത്രമായിരിക്കാം. ഈ ചരിത്രം കീപ്പ് ചെയ്യുന്നതിനും അതിന് വേണ്ട റെക്കോർഡുകൾ കീപ്പ് ചെയ്യുന്നതിനും കണ്ടെത്തുന്നതിനും വേണ്ട കേരള ഗവൺമെൻറ്റിൻ്റെ ആയിക്കോട്ടെ, പ്രസ്ഥാനങ്ങളുടെ ആയിക്കോട്ടെ, നാട്ടുകാരുടെ ആയിക്കോട്ടെ, സ്ഥാപനങ്ങളുടെ ആയിക്കോട്ടെ, അത് വളരെ പരിതാപകരമായിട്ടുള്ള ശ്രമങ്ങൾ മാത്രമാണ് ഈ വേദിയിൽ ഈ കാര്യത്തിന് വേണ്ടി നടന്നിട്ടുള്ളത്. ഇതാണ് പലപ്പോഴും നമ്മുടെ ചരിത്ര പഠനങ്ങളെ പിന്നോട്ടടിക്കുന്ന ഒരു കാര്യം. ഞാനും ഇത് നേരിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ കേരള ചരിത്ര വിദ്യാർത്ഥി അല്ലെങ്കിൽ തന്നെയും ഞാൻ നേരിട്ടൊരു പ്രശ്നം തന്നെയാണ്. ബേബി മാഷും അതിൻ്റെ വഴിയിൽ പലപ്പോഴും തളരുകയും വീണു പോവുകയും എണീക്കുകയും ചാടി രക്ഷപ്പെടുകയും ഒക്കെ ചെയ്ത ഒരാളാണ്. ഞാൻ പറയാൻ എനിക്ക് മടിയില്ല. ഞാൻ വീണ്ടും അതിലേക്ക് തിരിച്ചു വരാം. എന്തുകൊണ്ടാണ് അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കാൻ പോകുന്ന ഒരു പ്രശ്നം, രേഖകളില്ലാത്തതാണോ, രേഖകൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തതാണോ, അതോ രേഖകൾ കേടുവന്നു പോയതാണോ, എന്താണ് സംഭവം? എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം രേഖകൾ ഉണ്ട് എന്ന് തന്നെയാണ്. രേഖകൾ ഉണ്ട് എന്ന് വിശ്വസിക്കാൻ എനിക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. പലപ്പോഴും പല രേഖാസഞ്ചയങ്ങളും പുരാരേഖാസഞ്ചയങ്ങളും ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. രേഖാസഞ്ചയങ്ങളിൽ പലപ്പോഴും നമുക്ക് രേഖകൾ കിട്ടുന്നില്ല. രേഖകളുണ്ട് എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. എന്തുകൊണ്ട് രേഖകൾ ലഭ്യമാകുന്നില്ല? ഇത് വളരെ ഗൗരവമായിട്ടുള്ളൊരു പ്രശ്നമാണ്. ഇത് എല്ലാ പഠിക്കുന്ന ആൾക്കാരുടെയും ഗവേഷകരുടെയും വിദ്യാർത്ഥികളുടെയും പൊതുജനങ്ങളുടെയും മുൻപിലേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. രണ്ട് തരത്തിലാണ് തെളിവുകൾ നമുക്ക് ലഭ്യമല്ലാതാവുന്നത്. ഒന്ന്, നശിക്കുന്ന തെളിവുകളാണ്. നശിച്ചുകൊണ്ടിരിക്കുന്ന തെളിവുകൾ പലപ്പോഴും നമ്മൾ കേടില്ലാതെ സൂക്ഷിക്കാനുള്ള നമ്മുടെ മടി, അത് യാതൊരു മാപ്പും അർഹിക്കുന്നതല്ല. പാർവതി നെന്മിനിമംഗലത്തിനെ പറ്റിയുള്ള തെളിവുകൾ അന്വേഷിച്ച് മാഷ് നടന്നിട്ട് കിട്ടിയ തെളിവുകൾ വളരെ ചുരുക്കമാണ്. പക്ഷേ ആ ചുരുക്കമായ തെളിവുകളിൽ നിന്ന് തന്നെ നമുക്ക് ഇത്രയും ശക്തമായിട്ടുള്ള ഒരു ഗ്രന്ഥം നമുക്കുണ്ടാക്കാനും നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കാനും മാഷ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് എത്ര പുകഴ്ത്തിയാലും മതിയാവില്ല. പക്ഷേ തെളിവുകൾ അന്വേഷിച്ച് ആ മനുഷ്യൻ നടന്ന വഴികൾ എനിക്കറിയാം. പക്ഷെ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു തെളിവുകളുണ്ട്. തെളിവുകൾ അവസാന കാലത്തിലൊക്കെയാണ് പലപ്പോഴും കണ്ടെത്തുന്നത്. എവിടെയാണ് ഈ തെളിവുകൾ? എന്തുകൊണ്ട്? ഞാൻ ഇനിയും പറയാം, ഓരോ 5 വർഷം കൂടുമ്പോഴും ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളും നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന രേഖകൾ നശിപ്പിക്കാൻ വരെ കമ്മിറ്റികളുണ്ട്. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ തോന്നും എന്താണ് ഇയാൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. വാസ്തവമാണ്. രേഖകൾ സ്ഥലമില്ലാതായാൽ നശിപ്പിക്കാൻ ഏതൊക്കെ രേഖകൾ നശിപ്പിക്കണം, ഏതൊക്കെ പുതുതായിട്ട് എക്വയർ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്ന വളരെ പ്രാധാന്യമുള്ള, വളരെ അധികാരം കൈമാറുന്ന, ചരിത്രം എങ്ങനെ നിർമ്മിക്കപ്പെടണം, നിങ്ങൾ ഏത് തെളിവുകൾ നോക്കിയാലും ഒരേ ചരിത്രം മാത്രം നിർമ്മിക്കാൻ പറ്റുന്ന രേഖകളാക്കി മാറ്റുന്ന കാലഘട്ടത്തിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആ പ്രശ്നത്തിൽ തിരിച്ചു വരികയാണ്. ഇനി ഞാൻ ഈ പുസ്തകത്തിലേക്ക് കടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പുസ്തകം ഒരുപക്ഷെ എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പലർക്കും ഈ വ്യക്തിയുടെ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ പുസ്തകം എന്നേക്കാൾ അടുത്ത് വായിച്ച ആൾക്കാരായിരിക്കാം. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ചുരുങ്ങിയ സമയം കൊണ്ട് അതിൻ്റെ വലിയ വിശദാംശങ്ങളിലും കടക്കാതെ ഞാൻ ഇന്ന് മാത്രം വായിച്ച ചില വിശദാംശങ്ങളിൽ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ കടക്കാം.
ഈ പുസ്തകം ഒരു 350-360 പേജുള്ളൊരു പുസ്തകമാണ്. ഓക്കെ, അതിൽ പ്രധാനമായിട്ടും 7 അധ്യായങ്ങളിലൂടെയാണ് പാർവതി നെന്മിനി മംഗലത്തിൻ്റെ ഒരു പ്രഖ്യാപനത്തിലൂടെ ഈ പുസ്തകം കടന്നു വരുന്നത്. ഞങ്ങൾക്ക് ഈ ലോകമില്ല, ഈ ലോകത്തിന് ഞങ്ങളുമില്ല. ഇതെന്താണ് ആ വാചകം നമ്മളോട് സൂചിപ്പിക്കുന്നത്? അത് പ്രഖ്യാപനമാണോ? ഒരു കാലഘട്ടത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ, ഒരു വലിയ ഒരു ജീവിതത്തിൻ്റെ വലിയൊരു അടയാളമായിട്ട്, ഒരു ചിഹ്നമായിട്ട് ഇതൊരു ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ മുമ്പിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ചോദ്യചിഹ്നമായി നിൽക്കുന്നത് എന്ന് ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ വീണ്ടും തിരിച്ചു വരാം. അതിലേക്ക് ഞാൻ തിരിച്ചു വരും. എന്തുകൊണ്ടാണ് 1911 ജനിക്കുകയും 36 വർഷം മാത്രം ജീവിച്ചിരിക്കുകയും ചെയ്ത ഈ പാർവതി നെന്മിനി മംഗലത്തിൻ്റെ ഞങ്ങൾക്ക് ഈ ലോകമില്ല, ഈ ലോകത്തിന് ഞങ്ങളുമില്ല എന്ന ഈ പ്രഖ്യാപനം വീണ്ടും അടുത്ത കാലത്തായിട്ട് നമ്മളൊക്കെ നവോത്ഥാനം ഒക്കെ നമ്മൾ പറഞ്ഞു, വീണ്ടും ഈ നവോത്ഥാനത്തിൻ്റെ ദിശകൾ വഴിമാറിപ്പോകുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ചോദ്യചിഹ്നം നമ്മുടെ മുൻപിൽ വീണ്ടും നമ്മളെ ഒന്ന് കുത്തി നോവിക്കുന്ന ഒരു ചിഹ്നമായിട്ട്, ഒരടയാളമായിട്ട് ഇത് മാറുന്നില്ലേ എന്ന സംശയം ഞാൻ പങ്കുവെച്ചുകൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിക്കാം. അതിനു മുൻപ് ഈ 7 ചെറിയ ചെറിയ അധ്യായങ്ങളാണ് ഇതിനകത്തുള്ളത്. ഏറെക്കുറെ ഈ പുസ്തകത്തിൻ്റെ പകുതിയോളം ഭാഗം നമ്പൂതിരി സമൂഹത്തെ പറ്റിയും ഒപ്പം തന്നെ അന്തർജനങ്ങളുടെയും അതേപോലെ തന്നെ കേരളത്തിൽ കഴിഞ്ഞ 2 നൂറ്റാണ്ടിനുള്ളിൽ, 20-ാം നൂറ്റാണ്ട്, പ്രത്യേകിച്ച് 19-ാം നൂറ്റാണ്ട് മുതൽ 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യം വരെ നടന്ന സാമൂഹ്യ പരിഷ്കരണ ശ്രമങ്ങൾക്കുള്ള ഒരു ആമുഖമാണ് ആദ്യത്തെ ഒരു 4 ചാപ്റ്റർ, ചെറിയ ചെറിയ ചാപ്റ്ററുകൾ. പക്ഷേ ആ ആദ്യത്തെ 4 ചാപ്റ്റർ കേരള ചരിത്രത്തിൻ്റെ തന്നെ സാമൂഹ്യ ചരിത്രത്തിൻ്റെ ഒരു വലിയൊരു ഇൻട്രൊഡക്ഷനായിട്ട് അത് മാറുന്നുണ്ട്. അത് വായിച്ചു കഴിഞ്ഞ ആൾക്കാരാണ്, ഞാനത് ആദ്യകാലം തൊട്ടേ മാഷയിൽ തുടങ്ങുന്നുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. 5, 6, 7 ചാപ്റ്ററുകളാണ് എന്നെ ഏറ്റവും ആകർഷിച്ചത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പരിസരങ്ങളും വിവരണങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ബേബി മാഷ് നേരെ കടക്കുന്നത് പാർവതി നെന്മിനി മംഗലത്തിൻ്റെ ഒരു ബയോഗ്രഫിക്കൽ സ്കെച്ചിലൂടെ അത് തുടങ്ങുകയും അങ്ങനെ അത് അത്യന്തം രസകരമായിട്ട് മാറുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഭാഷ, അദ്ദേഹത്തിൻ്റെ മലയാള ഭാഷയുടെ സാഹിത്യ മേന്മയെപ്പറ്റി അല്ല ഞാൻ പറയുന്നത്. അദ്ദേഹം ആരെ പറ്റിയാണോ സംസാരിക്കുന്നത് ആ സ്ത്രീ കടന്നുപോയ ജീവിതത്തിൻ്റെയും അവരുടെ കുടുംബ സാമൂഹ്യ പശ്ചാത്തലം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഭാഷ അതിൽ മിക്കയിടത്തും നിഴലിക്കുന്നു എന്നുള്ളത് എന്നെ ആകർഷിച്ച കാര്യമാണ്. അല്ലാണ്ട് ബേബി മാഷാണ് മലയാളത്തിൽ ഏറ്റവും വലിയ സാഹിത്യകാരനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അതിൻ്റെ ആവശ്യം നമുക്കില്ല. പക്ഷേ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എന്തിനെയാണോ വിവരിക്കുന്നത് അതിന് വേണ്ട നല്ല കൃത്യമായിട്ടുള്ള ഭാഷയിലൂടെ അദ്ദേഹം നമുക്ക് ആ ചരിത്ര പ്രശ്നങ്ങളെ നമുക്ക് ആഖ്യാനം ചെയ്തു തരുന്നുണ്ട്. നടവരമ്പ്, ഇരിഞ്ഞാലക്കുട അടുത്തുള്ള നടവരമ്പ് നല്ലൂർ മനയിൽ ജനിക്കുകയും പിന്നീട് തൃശ്ശൂർ അടുത്ത് ചേറ്റുപുഴ നെന്മിനി മംഗലം മനയിലേക്ക് വരികയും അവിടെ താമസിക്കുകയും 36 വർഷത്തിനുള്ളിൽ ജീവിതം പൊലിഞ്ഞു പോവുകയും ചെയ്ത പാർവതി നെന്മിനി മംഗലത്തിനെ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ചില ടോപ്പിക്കുകൾ ഞാൻ ഒന്ന് പറയാം. ഒന്ന്, ഞാൻ ഏറ്റവും കൂടുതൽ മാഷ വർക്ക് ശ്രദ്ധിച്ചത് സാമുദായിക പ്രവർത്തനങ്ങളിലൂടെ അവരെങ്ങനെയാണ് സാമുദായിക പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളതാണ്. അവിടെ അവരുടെ കുടുംബ പശ്ചാത്തലവും നെന്മിനി മംഗലത്തിലെ അദ്ദേഹത്തിൻ്റെ പാർവതി നെന്മിനി മംഗലത്തിൻ്റെ ഭർത്താവായിരുന്ന വാസുദേവൻ നമ്പൂതിരിപ്പാടിൻ്റെ നിരന്തര ശ്രമങ്ങളും ആ കാലത്ത് തൃശ്ശൂർ നടന്നിരുന്ന മംഗളോദയം പ്രസിദ്ധീകരണം എങ്ങനെ അവരെ ഒരു വലിയ ചിന്തകയും എഴുത്തുകാരിയും സാമൂഹ്യ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുന്ന ആളായിട്ട് മാറ്റുകയൊക്കെ ചെയ്യുന്ന അതിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള വിവരണങ്ങൾ അതിലുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹം നേരെ കടക്കുന്നത് പാർവതി നെന്മിനി മംഗലത്തിൻ്റെ ചുരുക്കം ചില പ്രസംഗങ്ങളാണ്. അദ്ദേഹം കളക്ട് ചെയ്തിട്ടുള്ള പ്രസംഗങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ എനിക്കിപ്പോൾ ഒരു ചരിത്ര വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാൻ മാഷോട് ചോദിക്കാം, ഈ 3-4 പ്രസംഗങ്ങൾ മാത്രമേ ഉള്ളൂ മാഷേ, അതുകൊണ്ടാണോ അത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ? ഞാൻ നേരത്തെ പറഞ്ഞൊരു പ്രശ്നം ഉണ്ടല്ലോ, ആ പ്രശ്നം ഇപ്പോഴും വളരെ ഗൗരവമായൊരു പ്രശ്നമായിട്ട് നിലനിൽക്കുകയാണ്. അദ്ദേഹം പാർവതി നെന്മംഗലം ആ 3-4 പ്രസംഗങ്ങളോ ചർച്ചകളോ വേദികളിൽ മാത്രമല്ല പങ്കിട്ടുള്ളത് നമുക്കറിയാം. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട രേഖകളും വാസ്തവത്തിൽ ഞാൻ പറയുക, ഗവൺമെൻറ് രേഖകളെ ആശ്രയിച്ച് ജീവിക്കുന്ന
ഒരു ചരിത്ര നിർമ്മാണത്തിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. അവിടെ നമുക്ക് തിരിച്ചു പോകേണ്ടത് അത് അവരുടെയൊക്കെ വീടുകളിൽ ഒക്കെ മാഷ് അന്വേഷിച്ചെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്തുകൊണ്ടാണ് അതാത് കാലഘട്ടത്തെ ചരിത്രം കീപ്പ് ചെയ്യുന്നതിന് വേണ്ട റെക്കോർഡുകൾ, രേഖകൾ കളക്ട് ചെയ്യപ്പെടുകയും അത് കേടില്ലാതെ സൂക്ഷിക്കപ്പെടാതെയും ചെയ്തു പോകുന്നതെന്ന് വീണ്ടും ഞാൻ ആ ചോദ്യം വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ചരിത്രം ഇപ്പോഴും, ചരിത്രം പഠിക്കാനുള്ള, ഭാവിയിലെ ചരിത്രം പഠിക്കാനുള്ള തെളിവുകൾ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആർക്കാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം? ഈ തലമുറയ്ക്ക്, അല്ലെങ്കിൽ ഏത് തലമുറയാണത് ചെയ്യുക? അപ്പോൾ ബേബി മാഷ് 1919 മുതൽ 1947 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ, ഇത് ചരിത്രാതീത കാലമൊന്നുമല്ല, ചരിത്രാതീത കാലത്തെ പറ്റിയൊന്നുമല്ല മാഷ് സംസാരിക്കുന്നത്. വാസ്തവത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സമ്പന്നരായ ഒരു സമൂഹത്തിലെ ഒരു വിഭാഗം ചരിത്രത്തെ പറ്റിയാണ് മാഷ് പറയുന്നത്. തെളിവുകൾ കിട്ടുന്നില്ല എന്ന് മാഷ് കരയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, സമൂഹത്തിൻ്റെ താഴെക്കിടയിലുള്ള മനുഷ്യൻ്റെയോ അല്ലെങ്കിൽ പാടത്ത് പണിയെടുത്ത സ്ത്രീയുടെയോ പുരുഷൻ്റെയോ കന്നുപൂട്ടിയ ആൾക്കാരുടെ ചരിത്രം നമ്മൾ എവിടെ നിന്നാണ് നിർമ്മിക്കാൻ പോകുന്നത്? ആരുടെ ചരിത്രമാണ് നമ്മൾ നിർമ്മിക്കുന്നത്? അപ്പോൾ വീണ്ടും ഈ തെളിവുകളുടെ അഭാവത്തിലേക്ക് തന്നെ ഞാൻ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഞാൻ അസാങ്കത്യമായിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ തന്നെയും എനിക്കതിലേക്ക് തിരിച്ചു വരാതിരിക്കാൻ കഴിയില്ല. പിന്നെ ബേബി മാഷ് അടുത്ത് ചെയ്യുന്നത് 1930കളോടെ ആരംഭിക്കുന്ന സാമുദായിക, അതിനു മുമ്പ് 1880കളിലും 90കളിലൊക്കെ തന്നെ ഇത് ആരംഭിക്കുന്നുണ്ട്. പക്ഷേ 1930കളിൽ അത് ശക്തി പ്രാപിക്കുകയും കൃത്യമായിട്ട് നിയമ നടപടികളുടെയും നിയമനിർമ്മാണങ്ങളിലൂടെയും അതിൻ്റെ തൊട്ട് മുൻപായിട്ട് വലിയ സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന ബില്ലുകളിലേക്കാണ്. ആ ബില്ലുകൾ നിങ്ങൾക്കറിയാം, നമ്പൂതിരി ബില്ല്, വിവാഹമായിട്ട് ബന്ധപ്പെട്ട അതിലേക്കൊക്കെ കടക്കുന്നതിനുള്ള ശ്രമങ്ങളെ പറ്റിയാണ് അദ്ദേഹം പിന്നീട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഒപ്പം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ലേഖനങ്ങൾ, നിരവധി എന്ന് ഞാൻ പറഞ്ഞാൽ വീണ്ടും ബേബി മാഷ് സമ്മതിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വിരലെണ്ണാവുന്ന ലേഖനങ്ങൾ മാത്രമാണ് നമുക്ക് പാർവതി നെന്മിനി മംഗലത്തിൻ്റെ ആയിട്ട് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു മാതൃഭൂമിയിലെ ലേഖനം കിട്ടിയിട്ടുണ്ട്, മനോരമയിൽ അത് വന്നിട്ടുണ്ട്, മറ്റു പല എന്താ പറയുക ആ പീരീഡിലെ മറ്റു പല ചെറിയ ചെറിയ ലേഖനങ്ങളൊക്കെ ആയിട്ട് പല സഭയുടെ പ്രസിദ്ധീകരണങ്ങളൊക്കെ ആയിട്ടാണ് അത് വന്നിട്ടുള്ളത്. വാസ്തവത്തിൽ ഞാൻ ചോദിക്കുന്നത്, ഈ ലേഖനങ്ങളിൽ നിന്ന് ഞാൻ അത് ഇവിടെ വെച്ച് അടുത്തൊരു സ്റ്റേജിൽ ഞാൻ മാഷോട് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ചെറുതായിട്ട് മാഷോട് മുമ്പ് എനിക്ക് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ടും ഇത് പാർവതി നെന്മിനി മംഗലത്തിൻ്റെ ഒരു ലോകവീക്ഷണം നമുക്ക് ഇതിലൊക്കെ കഴിഞ്ഞിട്ടും ഞാൻ ഒരു ചെറിയൊരു ഒരു അപക്വമായിട്ടുള്ളൊരു കാര്യം മാഷ ഭാഗത്തു നിന്നും അപക്വമായി എന്നല്ല ഞാൻ പറഞ്ഞു, കുറച്ചും കൂടി അത് ഒന്നുകൂടി മാഷക്ക് അത് ഊന്നൽ കൊടുത്തെങ്കിൽ ഒരു പക്ഷേ പാർവതി നെന്മിനി മംഗലത്തിൻ്റെ ലോകം നമുക്ക് ഒന്നുകൂടി ആ എല്ലാ തെളിവുകളും മാഷ് നിരത്തുമ്പോൾ തന്നെ, കിട്ടിയ എല്ലാ തെളിവുകളും നിരത്തുമ്പോൾ തന്നെ നമുക്ക് ഒരു പക്ഷേ മാഷ്ക്ക് അതും കൂടി ചെയ്യാൻ പറ്റുമായിരുന്നില്ലേ എന്നൊരു ചെറിയൊരു ചോദ്യം കൂടി ഒരു ചോദ്യം എനിക്ക് മാഷയുടെ മുമ്പിലേക്ക് വെക്കാനുണ്ട്. അതല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഒരു പക്ഷേ ഞാൻ നേരത്തെ ചോദിച്ച ആ ചോദ്യം ഉണ്ടല്ലോ, ഞങ്ങൾക്ക് ഈ ലോകമില്ല, ഈ ചോദ്യത്തിലേക്ക് നമ്മളൊരു കാലത്ത് പറയും അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് പോയിന്ന്. പക്ഷേ ഈ ഇടയായിട്ട് അരങ്ങത്ത് നിന്ന് നമ്മളുടെ സ്ത്രീകളും വീണ്ടും അരങ്ങത്ത് നിന്ന് അടുക്കളയിലേക്ക് വീണ്ടും ചുരുങ്ങുകയോ പോകാനുള്ള കൃത്യമായിട്ടുള്ള ശ്രമങ്ങൾ ആരൊക്കെയോ നടത്തുന്നുണ്ടോ എന്നുള്ള സംശയം വരുന്നൊരു കാലഘട്ടം ആയതുകൊണ്ട് ആ ലോകം, പാർവതി നെന്മിനി മംഗലത്തിൻ്റെ ലോകം നമുക്ക് ഒന്നുകൂടി അവരുടെ ലോകവീക്ഷണം നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റണമെന്നാണ്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഞാൻ ഈ പുസ്തകം ഞാൻ മാഷോട് ഇപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു സംശയം പോലെ ഞാൻ മാഷോട് ചോദിക്കുകയാണ്, നിങ്ങൾ കൂട്ടിക്കോളൂ. അത് ഇത്രയേ ഉള്ളൂ. ഇത് വെറുതെ ഒരു ജാതിയിലോ ഒരു സമൂഹത്തിലോ പെട്ട ഒരു നവോത്ഥാനത്തെ പറ്റി മാത്രമോ അതല്ലെങ്കിൽ അത് മാത്രമായിട്ട് ഇത് ഒതുങ്ങാതെ ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഇവർക്ക് മറ്റുള്ളവരെ പറ്റിയുള്ള വീക്ഷണങ്ങൾ എന്തായിരുന്നു? അതും കൂടി നമുക്ക് ഞാൻ ഒരു കാര്യം ചെയ്യാം, താത്രക്കുട്ടിയുടെ ഒക്കെ നടക്കുന്നുണ്ട്. ഇവർക്ക് കാളിക്കുട്ടികളെപ്പറ്റി ഇവർക്ക് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നോ? അതോ പണ്ടൊരിക്കൽ MRB ഒരു പക്ഷേ അവസാന കാലത്തൊക്കെ പലരും വീട്ടിൽപ്പെട്ടതിരിപ്പാടൊക്കെ സമ്മതിച്ച പോലെ, ഞാനത് പറയുമ്പോൾ ആരെയും മോശക്കാരായിട്ട് പറയുകയോ അവരുടെ വലിയ കനപ്പെട്ട ശ്രമങ്ങളെ ചെറുതാക്കി കാണിക്കുകയോ ഒന്നുമല്ല ചെയ്യുന്നത്. നമ്പൂതിരിമാരിലെ സ്ത്രീകളെ പറ്റിയോ അല്ലെങ്കിൽ നമ്പൂതിരിമാരെ പറ്റി മാത്രം ഞങ്ങൾ ആലോചിച്ചു എന്ന് ഒരു വേള എവിടെയോ അവർ സൂചിപ്പിച്ചോ എന്നൊരു സംശയം അവരുടെ ലേഖനങ്ങളിലോ പ്രഭാഷണങ്ങളിലോ അവസാന കാലത്ത് വന്നോ എന്നൊരു ചിന്തയും കൂടി ഞാൻ
അത് നമുക്കറിയാം അങ്ങനെ തന്നെ സംഭവിച്ചു പോയോ എന്നുള്ളത്. ഞാൻ അതിൻ്റെ കൂടി വെളിച്ചത്തിൽ മാഷ് മുൻപിലേക്ക് ഞാൻ അങ്ങനത്തെ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. പാർവതി നെന്മിനിമംഗലത്തിൻ്റെ, ഞാനിത് ഒന്നിനും കുറച്ച് കാണിക്കാനുള്ള ശ്രമങ്ങളായിട്ടല്ല കേട്ടോ പറയുന്നത്, മഹനീയമായ ശ്രമത്തിൻ്റെ ഇടയിൽ തന്നെ ഞാൻ അങ്ങനെയും കൂടി ചോദിക്കുകയാണ്. ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഇത് എപ്പോഴെങ്കിലും ഇത് ചില സാമുദായിക അതല്ലെങ്കിൽ ചില വ്യക്തികളുടെ മാത്രം ചരിത്രത്തിലേക്ക് ഇത് ചുരുങ്ങിപ്പോകുമോ? വാസ്തവത്തിൽ അങ്ങനെ ആയിരുന്നില്ല. ഞാൻ പാർവതി നെന്മിനിമംഗലത്തിൻ്റെ പ്രസംഗങ്ങൾ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നടന്ന ചർച്ചകൾ വായിച്ചപ്പോൾ അത് ബേബി മാഷ് അത് സവിസ്തരം ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിലത് കൃത്യമായിട്ട് കിടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഞാൻ പറയാം മാഷെ, ഇത് കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ ഈ കനപ്പെട്ട പുസ്തകത്തിൻ്റെ തുടർച്ചയായിട്ട് ഞാൻ മാഷോട് പറയുന്നത് അത് അവരുടെ ലോകവീക്ഷണം കൂടി നമുക്ക് ഇതിലേക്ക് പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. അത് ഞാൻ പറയാം, എത്രയും പെട്ടെന്ന് പുറത്തു കൊണ്ടുവന്നാൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് പുറത്തു കിടക്കാം. അത് മാഷ് പുസ്തകത്തിൻ്റെ ഷോർട്ട് കമ്മിങ് ആയിട്ട് അല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇത് നമ്മുടെ കേരളത്തിൻ്റെ തന്നെ സാമൂഹ്യ പ്രസ്ഥാന ചരിത്രത്തിൻ്റെ ഒരു പലപ്പോഴും നമ്മൾ കാണാതെ പോകുന്ന ഒരു ഏട് എന്നുള്ള നിലയിൽ മാത്രം ഞാനത് പറയണമെന്ന് മാത്രം. ഇനി ഞാനൊരു കാര്യം കൂടി പറയാം. ഇതിൽ നടന്ന ചർച്ചകളിൽ പാർവതി നെന്മിനിമംഗലം കുറച്ചു കാലം മാത്രമാണ് ഈ നമ്പൂതിരി അന്തർജനത്തിൻ്റെയോ അതല്ലെങ്കിൽ വിവാഹ ബില്ലുകളോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് മാത്രമാണ് അവരെ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അവരെ ഇൻവൈറ്റ് ചെയ്യും, അതിൽ മെമ്പറാവുകയും ഒരു സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് ചർച്ചകളിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നത്. ആ സമയത്ത് മറ്റ് പല സമുദായത്തിൽപ്പെട്ട ആൾക്കാരും നമ്പൂതിരി സമുദായത്തിൽപ്പെട്ട ആൾക്കാരും തന്നെ ഇതിൽ പങ്കെടുക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിൽ ധാരാളം നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് തന്നെയുള്ള ആൾക്കാരെ നമുക്കതിൽ കാണാം. ഞാൻ അതിൽ ഒരാളെ ഇപ്പോൾ തൃശ്ശൂർ സെൻറ്റ് തോമസ് കോളേജിലെ പ്രിൻസിപ്പൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. പലപ്പോഴും തൃശ്ശൂർ സെൻറ്റ് തോമസ് കോളേജിലെ പ്രിൻസിപ്പലായും ആക്ടിംഗ് പ്രിൻസിപ്പലായും ചരിത്രാധ്യാപകനായും ഇക്കണോമിക്സ് അധ്യാപകനൊക്കെ ആയിട്ടിരുന്ന ഒരു MLC ആയിരുന്ന ഒരാൾ പലപ്പോഴും അതിലേക്ക് കടന്നു വരലുണ്ട്. ഞാനും വിമേഷം കൂടി അതിനെപ്പറ്റി ആ കാര്യത്തെപ്പറ്റി സംസാരിച്ചിരുന്നു. അത് വേറെ ആരുമല്ല, ഷെവലിയർ ജോസഫ് പെട്ട എന്ന് പറയുന്ന ഒരു ചരിത്രാധ്യാപകൻ, ആ സെലക്ട് കമ്മിറ്റി മെമ്പർ, ഈ കൊച്ചി നമ്പൂതിരി ബില്ലുകൾ പാസ്സാക്കുന്നതിൽ അതിനുവേണ്ട ചർച്ചയിൽ പങ്കെടുത്ത പല 4-5 ചുരുക്കം വ്യക്തികളിൽ തൃശ്ശൂർ എന്നുള്ള ഒരാളും കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം ഞാനും ഒരു കാലത്ത് സെൻറ്റ് തോമസ് കോളേജ് അധ്യാപകനായിരുന്നു. ഇപ്പോൾ ഈ വേദിയിൽ തന്നെ 3 സെൻറ്റ് തോമസ് കോളേജുമായി ബന്ധപ്പെട്ട 3 ആൾക്കാർ ഇവിടെ തന്നെയുണ്ട്. ബേബി മാഷുണ്ട്, ഇപ്പോഴത്തെ പ്രിൻസിപ്പലുണ്ട്. അപ്പോൾ ഞാൻ ആ കാര്യം കൂടി ഒന്ന് ഇൻസിഡൻ്റലി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണമെന്ന് മാത്രം. ഞാൻ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാം. പിന്നെ ഈ പുസ്തകത്തിൻ്റെ നമ്പൂതിരി യോഗക്ഷേമ സഭ അതിലേക്കൊന്നും ഞാൻ കടക്കേണ്ടതില്ലെന്ന് തോന്നുന്നു. അദ്ദേഹത്തെ പാർവതി നെന്മിനിമംഗലത്തെ പറ്റിയുള്ള ഓർമ്മകളാണ് മറ്റൊരു പ്രധാനപ്പെട്ട സെക്ഷൻ. അതും ഞാൻ പറയാം, നമുക്ക് ഒരുപാട് വിശദാംശങ്ങൾ കിട്ടിയെങ്കിൽ തന്നെയും ഞാൻ പറയാം, എനിക്ക് തോന്നുന്നത് നമ്മുടെ രേഖാസഞ്ചയങ്ങൾ നമ്മൾ ഒന്നുകൂടി പരിശോധിക്കുകയാണെങ്കിൽ, തപ്പിയെടുക്കുകയാണെങ്കിൽ ഈ പുസ്തകം ഇതിൻ്റെ ഇരട്ടി വലുപ്പത്തിലേക്ക് മാറാൻ നമ്പൂതിരി സമുദായത്തിൽപ്പെട്ട ആൾക്കാർ വിചാരിച്ചാൽ ഇപ്പോഴും പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അടഞ്ഞുകിടക്കുന്ന ആർക്കൈവുകൾ, പലരും അടച്ചിട്ട ആർക്കൈവുകളും ആയിരിക്കാം, അല്ലെങ്കിൽ അടഞ്ഞുപോയ ആർക്കൈവുകളായിരിക്കാം. ആ രേഖാസഞ്ചയങ്ങൾ നമുക്ക് തുറക്കാൻ പറ്റും. അന്വേഷിച്ചാൽ ഇനിയും തുറക്കാൻ പറ്റും. അത് തുറന്നാൽ ഒരു പക്ഷേ അവരെ പറ്റിയുള്ള ഓർമ്മകളും അവരെഴുതിയിട്ടുള്ള എഴുത്തുകൂത്തുകളോ അല്ലെങ്കിൽ മറ്റു പല സാഹചര്യ തെളിവുകൾ ഇനിയും നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ യോഗക്ഷേമ സഭയുടെ ചരിത്രത്തിലൂടെയൊക്കെയാണ് മാഷത് പോയി. ഓക്കെ, ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്, അത് ഇനിയും ബേബി മാഷ്ക്ക് മാത്രമല്ല നമുക്കെല്ലാവരും ഇനിയും വായിക്കുകയും വർക്ക് ചെയ്യുകയും ചെയ്യേണ്ട ഒന്നാണ്. ഞാൻ അതിനെപ്പറ്റി ചെറുതായി സൂചിപ്പിച്ചു. അതൊരു അനുബന്ധമായിട്ട് ചില അനുബന്ധങ്ങളിലൂടെ മാഷ് അത് വെച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക അനുബന്ധം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പറയാം. അത് കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ പ്രൊസീഡിങ്സാണ്. ഒരൊറ്റ 16 മാർച്ച് 1932 വർഷത്തെ 16 മാർച്ചിലെ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് പ്രൊസീഡിങ്സ് മാത്രം വായിച്ചാൽ എന്താണ് ഈ നാട്ടിലെ അവസ്ഥകൾ എന്തായിരുന്നെന്നും എങ്ങനെയാണ് ചർച്ചകളിലൂടെയും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതെന്ന്, സമൂഹം മുന്നോട്ട് പോയതും ഒക്കെ. അപ്പോൾ ഞാൻ മാഷിൻ്റെ മുന്നിലേക്ക് വീണ്ടും ഒരു ചോദ്യമായിട്ടല്ല, ഞാൻ എൻ്റെ ചില ഉത്കണ്ഠകൾ നിങ്ങളോട് എല്ലാവരും കൂടി ഷെയർ ചെയ്യുന്ന കൂട്ടത്തിൽ, സാമൂഹിക നവീകരണ പ്രസ്ഥാനം സ്വയം ജനിച്ച് മുന്നോട്ട് പോവുകയാണോ ഉണ്ടായിക്കൊണ്ടിരുന്നത്, അതോ ലെജിസ്ലേറ്റീവ് പ്രോസസ്സുകളാണോ മുൻപുണ്ടായിക്കൊണ്ടിരുന്നത്? പലപ്പോഴും നമ്മൾ പറയുന്നത് സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ
സാമുദായിക പ്രസ്ഥാനങ്ങളായും ഒന്നിച്ച് കേരള സമൂഹ പ്രസ്ഥാനങ്ങളായിട്ട് മുന്നോട്ട് പോവുകയും അതിനുശേഷം അതിൻ്റെ അനുരണനങ്ങളായിട്ടാണ് പലപ്പോഴും നിയമനിർമ്മാണങ്ങൾ ഉണ്ടായത് എന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. പക്ഷെ നമുക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു റിവേഴ്സ് പ്രോസസ്സും കാണാം. ആ റിവേഴ്സ് പ്രോസസ്സിനെയും നമുക്ക് കാണേണ്ടതുണ്ട്. ഞാൻ പറയാൻ കാരണം കൊച്ചിയിൽ ഈ ബില്ല് വരുന്നതിന് എത്രയോ മുമ്പ് തന്നെ ഈ ബില്ലുകൾ മദ്രാസിലും മലബാറിലും വരികയും 1890-കളിൽ തന്നെ, ഞാൻ ഒന്നുകൂടി പറയാം, 50 വർഷം മുമ്പ് തന്നെ, ഒരു 45-50 വർഷം മുമ്പ് തന്നെ, അരനൂറ്റാണ്ടോളം മുമ്പ് ഇതിനുള്ള ശ്രമങ്ങൾ മറ്റു പല പ്രദേശങ്ങളിൽ നടക്കുകയും പക്ഷേ വൈകി നീങ്ങിപ്പോവുകയും ഒക്കെ, പക്ഷേ അതൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം, സാമൂഹിക നവോത്ഥാന അല്ലെങ്കിൽ സാമുദായിക പ്രസ്ഥാനങ്ങളാണോ ആദ്യം നടന്നത്, അതോ ബ്രിട്ടീഷ് നിയന്ത്രണങ്ങളിലൂടെ, ബ്രിട്ടീഷ് നിർദ്ദേശങ്ങളിലൂടെ, പലപ്പോഴും രാഷ്ട്രീയ അല്ലെങ്കിൽ സാമുദായിക സംഘടനകളിലൂടെയൊക്കെ കിനിഞ്ഞിറങ്ങി താഴേക്ക് വന്ന ഈ ലെജിസ്ലേറ്റീവ് പ്രോസസ്സാണോ ആദ്യം മുന്നോട്ട് പോയത്? നമുക്ക് പലപ്പോഴും കേരളത്തിൽ എപ്പോഴും നമ്മൾ പറയൽ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ മുമ്പേ നടക്കുകയും ലെജിസ്ലേറ്റീവ് പ്രോസസ്സ് പിന്നെ നടക്കുകയുമാണ് ചെയ്തതെന്നാണ്. നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇത്തരം കാര്യങ്ങളെ പറ്റിയൊക്കെ പല രീതിയിലും സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അടുത്തൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. കേരള സ്റ്റേറ്റ് രൂപീകരിക്കപ്പെട്ടതിന് ശേഷം 1956, അതായത് പാർവതി നെന്മിമംഗലം മരിച്ച് 10 വർഷം കഴിയുമ്പോഴേക്കും അതിനുശേഷം കേരളത്തിൽ സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെ സ്ഥിതിഗതികൾ എന്തായിരുന്നു? നമ്മൾ അവസാനിപ്പിച്ചെടുത്ത് തുടങ്ങേണ്ട സമയം വീണ്ടും ആയിട്ടില്ലേ? 1956 ശേഷം കേരളം രൂപീകരിക്കപ്പെട്ടതിന് ശേഷമുള്ള സാമൂഹ്യ ചരിത്രവും നമ്മളൊന്ന് പരിശോധിച്ചാൽ ലെജിസ്ലേറ്റീവ് പ്രോസസ്സിലൂടെയാണോ നടക്കുന്നത്, അതോ അത് സ്വയം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണോ? നമ്മുടെ ഇപ്പം നടക്കുന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, ഞാൻ ചോദിക്കാൻ കാരണം, ഇപ്പോൾ ഇന്ന് ആരെങ്കിലും പാർവതി നെന്മിനിമംഗലമോ അല്ലെങ്കിൽ കുറിയേടത്ത് താത്രിയോ ലംഘിച്ച ലംഘനങ്ങൾ നമ്മൾ ആരെങ്കിലും ഇപ്പോഴും നടത്തുന്നുണ്ടോ? നമ്മുടെ സ്ത്രീകൾ നടത്തുന്നുണ്ട്, നമ്മുടെ പുരുഷന്മാരും എല്ലാ വിഭാഗങ്ങളും എല്ലായിടത്തും നടക്കുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ ചോദ്യം, നമ്മൾ ആചാരങ്ങൾ ഇപ്പോൾ ഊട്ടി ഉറപ്പിക്കുകയാണോ, ആചാരങ്ങൾ ലംഘിക്കുകയാണോ, അതോ ആചാരങ്ങൾ തുടരുകയാണോ ചെയ്യുന്നത് എന്നൊരു ചോദ്യം മാത്രം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഉയർത്തിക്കൊണ്ട് ഞാൻ ഈ ചോദ്യത്തിലേക്ക് വീണ്ടും തിരിച്ചു പോകാം. നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചാൽ സാമൂഹ്യ പരിഷ്കരണങ്ങളും സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പഠനങ്ങളും 1947 നിർത്തിയാൽ നമ്മൾ വീണ്ടും ഇതേ ചോദ്യത്തിൽ, ഈ ചോദ്യം മുഴുവനാവാതെ ഉള്ളൊരു ചോദ്യമായിട്ട് അവശേഷിക്കുകയും നമ്മൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തെത്തിയ നമ്മളെല്ലാവരും വീണ്ടും അടുക്കളയിലേക്ക് തിരിച്ചു പോകും. അപ്പം അതുകൊണ്ട് ബേബി മാഷ് നടത്തിയ ഈ പഠനം അതീവ പ്രാധാന്യമുള്ളതാണ്, അത്യന്തം പ്രാധാന്യമുള്ളതാണ്. ഇത് ഞാൻ അധികം വൈകാതെ തന്നെ വായിച്ച് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ മാഷോട് ഇതിനെപ്പറ്റി വിശദമായിട്ട് സംസാരിക്കാം. നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ, എന്തായാലും ഞാൻ ബേബി മാഷോട് വിശദമായിട്ട് ഇതിനെപ്പറ്റി ഇനിയും സംസാരിക്കും. കാരണം ഈ പുസ്തകം ഇത് ഉൾക്കൊള്ളുന്ന ആ സ്പിരിറ്റിൽ ഞാൻ വായിച്ചെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഒന്നുകൂടി നിങ്ങളോട് ഞാൻ ക്ഷമാപൂർവ്വം എൻ്റെ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ബേബി മാഷെ ഒന്നുകൂടി അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഈ പുസ്തകം കേരളത്തിൻ്റെ എല്ലാ വായനക്കാരുടെയും മുൻപിൽ വെച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഏറെ നന്ദി ശ്രീ ഫ്രാൻസിസ് സർ, താങ്കളുടെ വാക്കുകൾക്ക്, നിരീക്ഷണങ്ങൾക്ക്. ഇന്നിവിടെ പ്രകാശിതമായ ഗ്രന്ഥം സ്വീകരിച്ച അസൗമ്യ വ്യക്തിത്വം ശ്രീമതി തങ്കം നെന്മിനിമംഗലം നമ്മോട് 2 വാക്ക് സംസാരിക്കാൻ അപേക്ഷ തന്നതിന് ശ്രീ ബേബി മാസ്റ്റർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുന്നു. പാർവതി നെന്മിനിമംഗലം എൻ്റെ ഭർത്താവിൻ്റെ വല്യമ്മയായിരുന്നു. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഈ സുദിനത്തിൽ അളവറ്റ സന്തോഷിക്കുമേ. നെന്മിനിമംഗലം തറവാട്ടിൽ ഒരംഗമായത് പാർവതി നെന്മിനിമംഗലത്തിൻ്റെ പിൻതലമുറയായി ഒരു ഭാഗ്യമായി കരുതുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് പാർവതി നെന്മിനിമംഗലത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ എളിയ വാക്കുകൾ അവസാനിപ്പിക്കും. ബേബി മാഷയുടെ സുഹൃത്തും സഹപാഠിയും ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ഡയറക്ടറുമായ പ്രൊഫസർ KJ ജോസഫ് സർ. വേദിയിലും സദസ്സിലുമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ, സഹോദരീ സഹോദരന്മാരെ,
വളരെ പ്രൊഫൗണ്ടായിട്ടുള്ള ഒരു ബുക്ക് ഇൻട്രഡക്ഷൻ. അതിനു മുമ്പ് ഞാൻ ഒത്തിരി എൻജോയ് ചെയ്ത ഒരു പൊളിറ്റീഷ്യൻ്റെ ഇത്ര ഇമ്പ്രസീവായിട്ടുള്ള ഒരു ബുക്ക് റിലീസ് സ്പീച്ച്, അതിന് ശേഷം സംസാരിച്ച മറ്റു പലരും ഈ ബുക്കിനെ പറ്റി പറഞ്ഞു, സാഹചര്യം പറഞ്ഞു. ഇനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് ആശംസ പ്രസംഗമാവുമോ അതിപ്രസംഗമാവുമോ എന്നൊക്കെ സംശയമുണ്ട്. അതുകൊണ്ട് എത്ര കുറച്ച് സംസാരിക്കുന്നോ അത്ര കണ്ട് എനിക്ക് കയ്യടി കിട്ടുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അധികം സമയം എടുക്കുന്നില്ല. എങ്കിൽ പോലും എനിക്ക് ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് മാത്രം പറയുകയാണ്. അത് 5 മിനിറ്റ് പറയാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുക, അതിനപ്പുറത്ത് എടുക്കില്ല. ഒന്ന്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ തൃശ്ശൂരിനുള്ള ഇൻഫ്ലുവൻസ്, പോയിൻ്റ് നമ്പർ 1. രണ്ടാമത്തെ, തൃശ്ശൂരെ 3 കുടുംബങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ ഉള്ള ഇൻഫ്ലുവൻസ്. മൂന്നാമത്, ഈ പുസ്തകത്തെ ഞാനെങ്ങനെ കാണുന്നു എന്നുള്ളതൊക്കെ. ഈ 3 കാര്യമാണ് പറയാൻ ആഗ്രഹിക്കുക. അത് ഒന്ന് പറയുമ്പം തന്നെ നിങ്ങൾ പലരും ഉറങ്ങാൻ സാധ്യത, അതുകൊണ്ട് മിക്കവാറും 3 നിർത്താൻ സാധ്യതയാണ്. ഇക്കോണമിസ്റ്റുകൾ നമ്മുടെ രാജ്യത്ത് വലിയ വലിയ ടാർഗറ്റ് വെക്കുകയും അത് എത്താതിരിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ പ്രശസ്തരാണ് സാധാരണ. അതുകൊണ്ട് ഞാനൊരു ഇക്കോണമിസ്റ്റാണ്. കാരണം ഞങ്ങളുടെ സ്ഥാപനം, കേരളത്തിൻ്റെ സാമ്പത്തിക സാഹചര്യം നമുക്കറിയാമല്ലോ. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ഒത്തിരി വറീഡാണ്. എനിവേ, പോയിന്റ് ടു ബിഗിൻ വിത്ത്, എനിക്ക് തൃശ്ശൂരുകാരെ പറ്റി വലിയ ഐ എം സോ ഇംപ്രസ്ഡ് ബൈ തൃശ്ശൂർ പീപ്പിൾ. ഇന്ന് കേരളത്തിൽ in the sphere of finance, in the sphere of gold business, in the sphere of culture, the immense contribution that Trishur people are giving, that's profound. അതിലേറെ എനിക്ക് തോന്നുന്ന ഇത്ര വലിയ ഒരു ക്രൗഡ് ഒരു ബുക്ക് റിലീസിന് കാണുന്ന ആദ്യമാണ്. വന്നാൽ തന്നെ മന്ത്രി പ്രസംഗിച്ച് കഴിയുമ്പോൾ അവരൊക്കെ അങ്ങ് പോകും. ഞാൻ എഡിറ്റ് ചെയ്യുന്ന ജേണലിൽ 2011 ഡൽഹിയിൽ റിലീസ് ചെയ്യുമ്പോൾ 100-200 പേരുണ്ടായിരുന്നു. അന്ന് ജയറാം രമേശനോട് ചോദിച്ചു, തന്നെ ഇവിടുന്ന് കിട്ടി ഇത്ര കണ്ട ആൾക്കാരെ? ഞാൻ നിങ്ങളെപ്പോലെ വലിയ മന്ത്രി വരുമ്പം ഇത്ര ആൾക്കാരൊക്കെ വരാതിരിക്കുമോ? അപ്പം ഇതാണ് തൃശ്ശൂരുകാരെ പറ്റി നമ്മളൊക്കെ കരുതിയിരുന്ന പണം ഉണ്ടാക്കാൻ മിടുക്കരാണെന്ന് മാത്രമാണ് നമുക്കുള്ള ധാരണ. പക്ഷേ തൃശ്ശൂരുകാർ പണം ഉണ്ടാക്കാൻ മാത്രമുള്ള ആൾക്കാരല്ല. തൃശ്ശൂരുകാർ നോക്കിയാൽ എൻ്റെ കണക്കൂട്ടനുസരിച്ച് കേരളത്തെ ലോകത്തിൻ്റെ ഗോൾഡ് ക്യാപിറ്റലാക്കി, കേരളത്തെ ലോകത്തിൻ്റെ ഫൈനാൻസ് ക്യാപിറ്റലാക്കി മാറ്റാൻ കഴിവുള്ളവരാണ്. ആ ഒരു രീതിയിലുള്ള ഒരു ഗവേഷണമാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ജ്യേഷ്ഠ തുല്യനായ ഡോക്ടർ എ ബേബി പണ്ട് PhD അഗ്രികൾച്ചർ ലേബറിൽ ഗവേഷണത്തിന് ശേഷം കേരളത്തിൻ്റെ തൃശ്ശൂരിൻ്റെ സാമ്പത്തിക ചരിത്രം എഴുതുമെന്നും അതിനെപ്പറ്റി ഒത്തിരി ഞാൻ പുള്ളിയുടെ നിന്ന് കേട്ടു. അത് കഴിഞ്ഞ് പിന്നെ അതൊക്കെ അങ്ങ് മാറിയിട്ട് ഓൾ ഓഫ് എ സഡൻ പിന്നെ പാർവതി നെന്മണിമംഗലം വേറെ കഥ പറയാം. നിങ്ങൾ ടെലിഫോണിൽ സംസാരിക്കുമ്പോൾ ഞാനിവിടെ പഠിച്ചിരുന്ന ആളാണ്. മത്തായി സെൻറ്ററിൽ സെൻറ്റ് തോമസ് കോളേജിൽ MAക്ക് ജോയിൻ ചെയ്യാൻ വന്നിട്ട് ഒരു വൈകുന്നേരം SB കോളേജ് വിട്ട് ഇവിടെ വന്നിട്ട് വൈകുന്നേരം അവിടെ കറങ്ങി, അത് കഴിഞ്ഞ് അവിടെ ഹോസ്റ്റലിൽ പോയി, അത് കഴിഞ്ഞ് തിരിച്ച് ഹോട്ടൽ ലിബർട്ടി താമസിച്ച് രാവിലെ മത്തായി സെൻറ്റർ കണ്ടപ്പോൾ ഞാനങ്ങ് പ്രേമിച്ചു പോയി. 81 MA കഴിഞ്ഞു. MA കഴിഞ്ഞ് മത്തായി സെൻറ്ററിൽ നിന്ന് CDSൽ MPhilന് അപ്ലൈ ചെയ്യുമ്പം എൻ്റെ സീനിയറായിരുന്നു നമ്മുടെ ബേബി മാഷ്. ഞാൻ CDSൽ അഡ്മിഷൻ കിട്ടി, പുള്ളി എൻ്റെ സീനിയറായിരുന്നു. അഡ്മിഷൻ കിട്ടുന്നതിന് മുമ്പ് തന്നെ അവിടെ വെച്ച് പുള്ളിയെ പരിചയപ്പെടുത്തു. അപ്പോൾ അതിൻ്റെ സീനിയേഴ്സൊക്കെ നമ്മളുടെ എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരികയും കുറച്ച് കാര്യത്തിൽ തന്നെ പേടിപ്പിച്ചു ഒത്തിരി ആൾക്കാർ, അവിടെ പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് ശേഷം നമ്മുടെ തച്ചിലിൻ്റെയും നമ്മുടെ സുധാകരൻ മാഷുടെയും ബേബി മാഷുടെയും 3 കുടുംബങ്ങൾ, ഞാൻ MPhil PhD ചെയ്യുന്ന സമയത്ത് വലിയ വലിയ പ്രതിസന്ധികളുണ്ടായിരുന്ന കാലത്ത് ഈ 3 തൃശ്ശൂർ കുടുംബങ്ങൾ എനിക്ക് വലിയ താങ്ങായിരുന്നു. അവർക്കതറിയത്തില്ലായിരിക്കാം. ബിക്കോസ് ദോസ് ഹു ഗീവ് ദേ ഡോണ്ട് നോ വാട്ട് ദേ ആർ ഗിവിങ്. ഹു ഗെറ്റ്സ് ഹി നോസ് വാട്ട് ഓർ ഷീ നോസ് വാട്ട് ഷീ റിസീവ്സ് ഓർ ഹി റിസീവ്സ്. അപ്പം അതിനോടുള്ളൊരു വലിയ നന്ദി പറയാനുള്ള ഒരു സാഹചര്യം കൂടെ കൂട്ടി ഞാൻ എടുക്കുകയാണ്. നാളെ ഞാനൊരു കോളേജിൽ പോകാൻ നോക്കത്തോണ്ട് ഇന്നലെ വന്നിരുന്നത്. അത് നടക്കില്ല. ഇവിടെ തൃശ്ശൂരിനോടെ അവിടെ നമ്മുടെ സെൻറ്റ് മേരീസ് കോളേജ് നമ്മുടെ മൈക്കിൾ സാറ് എൻ്റെ അധ്യാപകനും കൂടെയാണ്. അവിടെ വെച്ച് CDSൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഏത് പ്രശ്നത്തെപ്പറ്റി നിങ്ങൾ പഠിക്കുമ്പോൾ അതിനെ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ കാണണം. യു ഹാവ് ടു സീ എനി പ്രോബ്ലം, അതിനെപ്പറ്റി ശരിയായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് ഒരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിൽ കണ്ടാൽ മാത്രമേ അത് സാധ്യമാകൂ.
ആ രീതിയിൽ ഞാൻ കാടമത്തെപ്പറ്റി ഗവേഷണം ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഹിസ്റ്ററിയിൽ ആദ്യം തുടങ്ങിയത്. അങ്ങനെ മൈക്കിൾ സാർ എൻ്റെ സൂപ്പർവൈസറായിരുന്നു. അതിനുശേഷം കഥ ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഏതാനും പുസ്തകങ്ങൾ എഴുതിയ ആളെന്ന് സ്ഥിതിക്ക് എനിക്കറിയാം. ഒരു ഗ്രന്ഥകർത്താവിൻ്റെ വേദന ശരിയായ രീതിയിൽ ഒരു പുസ്തകം എഴുതണമെങ്കിൽ അതിന് നിങ്ങൾ ചെയ്യുന്ന if you want to do justice to the problem that you are trying to address, ആത്മാർത്ഥമായി സമൂഹത്തിന് ഫലപ്രദമാകുന്ന രീതിയിൽ ഒരു പുസ്തകം എഴുതണമെങ്കിൽ അതിന് അനുഭവിക്കുന്ന വേദന, I would say that ഒരു കുട്ടിയെ ഉണ്ടാകുന്നത് പോലെ, കുട്ടിയെ വളർത്തുന്നത് പോലെയുള്ള കഷ്ടപ്പാടാണ് ഒരു പുസ്തകം എഴുതുക എന്നുള്ളത്. അപ്പം ആ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും ആദ്യം ഹിസ്റ്ററി, ആദ്യം നമ്മുടെ പബ്ലിഷർ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ തൃശ്ശൂരിൻ്റെ ഇക്കണോമിക് ഹിസ്റ്ററിയിൽ തുടങ്ങി, തുടങ്ങി ഇപ്പം ഇതൊരു സോഷ്യൽ ഹിസ്റ്ററിയിൽ അവസാനിച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള പഠനങ്ങളുടെ ഇന്നിൻ്റെ ആവശ്യം, ഞാൻ ഒരു ഇന്നൊവേഷൻ സ്കോളറാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ കേരളത്തിൻ്റെ വികസനത്തിൻ്റെ അടിസ്ഥാനം എന്ന് നമ്മളിപ്പോഴൊക്കെ പറയുന്ന അമർത്യാസനൊക്കെ പറയുന്നത് കൈൻഡ് ഓഫ് ഹി വുഡ് സേ his approach is in terms of understanding in governance. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ കേരളത്തിൻ്റെ വികസനം, ഞാൻ കഴിഞ്ഞ ദിവസം PK ഗോപാലകൃഷ്ണൻ മെമ്മോറിയൽ ലെക്ചർ കേരള ഹിസ്റ്റോറിക്കൽ കോൺഫറൻസിൽ പ്രസൻറ്റ് ചെയ്തപ്പോൾ ഞാൻ പ്രസൻറ്റ് ചെയ്തൊരു ഐഡിയ എഴുതിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഫൈനാൻസും ഇന്നൊവേഷൻ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാൻ വെച്ച കഷ്ടപ്പാട്. എനിക്കൊരു ഗ്ലോബൽ നെറ്റ്വർക്ക് ഉണ്ട്, അതിൻ്റെ ഒരു ഉത്തരവാദിത്തമുണ്ട്. ദി പോയിന്റ് വിച്ച് ഐ വാണ്ട് ടു സേ ഇസ് ദാറ്റ് കേരളത്തിൻ്റെ വികസനത്തിൻ്റെ തുടക്കം ഒരു ഇന്നൊവേഷൻ സ്കോളർ എന്ന നിലയിൽ അതിൻ്റെ അടിസ്ഥാനം ഇട്ടത് സോഷ്യൽ ഇന്നോവേറ്റേഴ്സാണ്. അത് നമുക്ക് ചവറ കുര്യാക്കോസ് ഏലിയാസം മുതൽ അയ്യങ്കാളി മുതൽ നേരത്തെ പറഞ്ഞ ശ്രീനാരായണ ഗുരു, ഇങ്ങനെ വലിയൊരു സോഷ്യൽ ആൻഡ് ഗവേണൻസ് ഇന്നൊവേഷൻ. അത് കഴിഞ്ഞ് നമുക്കറിയാം ഗവേണൻസ് ഇന്നൊവേഷനിലേക്ക് വന്നു. ആ രീതിയിലുള്ള വികസനത്തിന് ഒരു പരിമിതിയുണ്ട്, അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയുകയില്ല. അതെല്ലാ കാലവും നമ്മുടെ ചരിത്രം, നമ്മുടെ പുസ്തകത്തെ പരിചയപ്പെടുത്തിയ ആൾ പറഞ്ഞതുപോലെ ദീസ് കൈൻഡ് ഓഫ് സോഷ്യൽ ഇന്നോവേഷൻസ് ആർ നോട്ട് സംതിങ് ദാറ്റ് ഹാപ്പൻസ് ഓൾ ഓഫ് എ സഡൻ ആൻഡ് സ്റ്റോപ്സ് ദെയർ. ഇറ്റ്സ് എ കണ്ടിന്യൂസ്. അത് നമ്മുടെ സമൂഹം എന്നൊക്കെയുണ്ടോ അത്ര അത് നടന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ആ വികസനത്തിന് മുന്നോട്ട് വീണ്ടും പോകണമെങ്കിൽ S&G innovation should be complemented with S&T innovation, science and technology innovation. ആ കാര്യത്തിൽ കേരളം ഒട്ടും പിൻപിലായി. ഉദാഹരണം പറഞ്ഞാൽ വളരെയധികം ഉദാഹരണങ്ങൾ പറയാനുണ്ട്. നമ്മളും സൗത്ത് കൊറിയയായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വലിയ വ്യത്യാസം. നമ്മളെയൊക്കെ 1.5 ടൈംസ് പോപ്പുലേഷൻ ഉണ്ട് അവിടെ. നമ്മളും 1970-കളിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മളും വളരെ അവരെ പോലെ തന്നെ ലിറ്ററസിയിലൊക്കെ വലിയ ലാൻഡ് റിഫോം നടത്തി. അവർക്ക് ലാൻഡ് റിഫോം ഉണ്ടായി, നമുക്ക് ലാൻഡ് റിഫോം ഉണ്ടായി, അവർക്ക് ഹയർ ലിറ്ററസി. പക്ഷേ ആ രാജ്യം എവിടെ, നമ്മളെവിടെ? ഞാൻ പറഞ്ഞു വരുന്നത് ഈ സോഷ്യൽ ആൻഡ് ഗവേണൻസ് ഇന്നൊവേഷൻ അത് വികസനത്തിനുള്ള അടിസ്ഥാനമിടുമ്പോൾ ആ അടിസ്ഥാനത്തിൽ നിന്ന് മുന്നോട്ട് കുതിക്കണമെങ്കിൽ സമൂഹത്തിന് S&G ഇന്നൊവേഷൻ വേണം. പക്ഷേ എന്താണെങ്കിലും ഇങ്ങനെയുള്ള പാർവതി നെന്മിനിമംഗലം പോലെയുള്ള നിരവധിയായിട്ടുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ കേരള വികസനത്തിൻ്റെ അടിസ്ഥാനമിടുന്നതിൽ പങ്ക് വഹിച്ചിട്ടുണ്ട്. അവരിൽ ഒരാൾ മാത്രമായിരിക്കാം ഇത്. ഇങ്ങനെയുള്ള ആൾക്കാരെ സമൂഹത്തിന് പരിചയപ്പെടുത്തേണ്ടതായ കടമ നമ്മുടെ പുതിയ ജനറേഷനുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് അതിനുള്ള ഒരു പ്രചോദനമായി ഇത് മാറുമെന്നും, അതുപോലെ തന്നെ നമ്മുടെ പബ്ലിഷർ പറഞ്ഞ നേരത്തെ ഈ കേരളത്തിൻ്റെ തൃശ്ശൂരിൻ്റെ ഇക്കണോമിക് ഹിസ്റ്ററി, the role that Trichure has played in the development of Kerala, that is something which is very important, that you should not stop that work. We all would like to see that output is coming from you in the near future. I wish you all the best. Thank you very much for listening to me and inviting me for this function. Thank you very much. നന്ദി ജോസഫ് സർ. സ്വസമുദായത്തിൽ വിപ്ലവകരമായ മാറ്റത്തിന് നേതൃത്വം നൽകിയ ഒരു സ്ത്രീയെ, സംഭവബഹുലമായ അവരുടെ ജീവിതത്തെ പുതിയ തലമുറയ്ക്കും പരിചയപ്പെടുത്തിയ ഡോക്ടർ ബേബി സാറിന് ആശംസകൾ നേരാനെത്തുന്നത് തൃശ്ശൂർ സെൻറ്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ റവറൻഡ് ഫാദർ ഡോക്ടർ മാർട്ടിൻ സർ. എല്ലാവർക്കും നമസ്കാരം.
വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ളവരെ, 1887 തൃശ്ശൂരിൻ്റെ ആദ്യത്തെ മെത്രാപ്പൊലീത്ത ഇവിടെ ചാർജ് എടുത്തിട്ട് തൃശ്ശൂരിനെ കുറിച്ച് പഠിച്ച് അദ്ദേഹം റോമിലേക്ക് എഴുതുന്നൊരു കത്തുണ്ട്. തൃശ്ശൂരിൻ്റെ വളർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രയോറിറ്റീസാണ് അതിൽ പറയുന്നത്. ഒന്നാമത്തെ പ്രയോറിറ്റി അദ്ദേഹം പറയുന്നത് ടു ബിഗിൻ എ സ്കൂൾ ഫോർ ദ ബോയ്സ് എന്നാണ്. അങ്ങനെ 1889 ആരംഭിച്ചതാണ് തൃശ്ശൂർ സെയിൻറ്റ് തോമസ് കോളേജ്. രണ്ടാമത്തെ പ്രയോറിറ്റി ടു ബിഗിൻ എ സ്കൂൾ ഫോർ ദ ഗേൾസ് എന്നാണ്. അതാണ് ഒല്ലൂര് സെൻറ്റ് മേരീസ് സ്കൂൾ, പ്രാഥമികമുള്ള സ്ഥലം. നാലാമത്തെയോ അഞ്ചാമത്തെയോ പ്രയോറിറ്റിയാണ് ടു ബിൽഡ് എ ഹൗസ് ഫോർ മീ. അദ്ദേഹം അന്ന് വാടക കെട്ടിടത്തിൽ താമസിക്കുകയായിരുന്നു. അപ്പോൾ ആ ചരിത്രത്തിൻ്റെ പുരോഗമനത്തിൽ, നവോത്ഥാനത്തിലുള്ള പങ്കിനെക്കുറിച്ച് അന്ന് ആരംഭിച്ച തൃശ്ശൂർ അടിസ്ഥാനമിട്ട വിദ്യാഭ്യാസ സ്ഥാപനത്തെക്കുറിച്ചൊക്കെ പറയുകയാണ്. അപ്പോൾ അതിൽ തൃശ്ശൂരിലിപ്പോൾ നിൽക്കുന്ന സെൻറ്റ് തോമസ് കലാലയത്തിൽ 23 UGയും 15 PGയും 10 PhD പ്രോഗ്രാംസൊക്കെ ഉണ്ടെങ്കിലും ഒരേ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഇപ്പോഴും വുഡൻ ലാഡർ, മരഗോവണി വഴി കയറി ചെല്ലേണ്ടത്. അത് അവിടെ 3 ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇക്കണോമിക്സ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹിസ്റ്ററി ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ആണ്. കോളേജ് നവീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ 3 സ്ഥലത്തേക്ക് പോകുന്നത് മരഗോവണി കയറിയിട്ടാണ്. ആ മരഗോവണി കയറി പോയിട്ടുള്ള ആളാണ് ബേബി മാസ്റ്റർ എന്നുള്ളത് വളരെ സന്തോഷപൂർവ്വം ഞാൻ ഓർക്കുകയാണ്. അത് എപ്പോഴും മരഗോവണി, എല്ലാ ഗോവണികളും വിജ്ഞാനത്തിൻ്റെ അത്യുന്നതങ്ങളുടെ ഉയർച്ചയുടെ അതാണ്. ആ ഭാഗം മാത്രം ഇപ്പോഴും അങ്ങനെ ആ മരഗോവണി ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അത് ഇപ്പോഴും അതിലൂടെ തന്നെയാണ് കുട്ടികൾ ഇപ്പോഴും ഇക്കണോമിക്സും പൊളിറ്റിക്കൽ സയൻസും ഹിസ്റ്ററിയും പഠിക്കാൻ കയറുന്നത്. മറ്റെല്ലാവരും സാധാരണ കോൺക്രീറ്റ് കേസാണ് ഉപയോഗിക്കുന്നത്. ഈ പുസ്തകത്തെക്കുറിച്ചൊക്കെ എൻ്റെ ഫ്രണ്ട്സ് സാർ വളരെ വിശദമായിട്ട് സംസാരിച്ച് കഴിഞ്ഞു. ഈ പുസ്തകത്തെ ഞാൻ കാര്യമായിട്ട് പറയുന്നില്ല. ഒരു സാങ്കത്യം അല്ലെങ്കിൽ ഒരു സാദൃശ്യം പാറക്കുട്ടി നേത്യാരമ്മയെക്കുറിച്ച് അലക്സാണ്ടർ ജേക്കബ് സാർ പറയുന്നതിനെക്കുറിച്ച് ഞാൻ പല ടോക്കിലത്തിന് കേട്ടിട്ടുണ്ട്. പാറക്കുട്ടി നേത്യാരമ്മ, ദ ലേഡി ദിവാൻ ഓഫ് അല്ല ലേഡി കിങ് ഓഫ് കൊച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹം. അവർ ഒരുപാട് പുരോഗമനം തൃശ്ശൂരിന് കൊണ്ടുവന്ന വ്യക്തിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ പേരും പാർവതി നെന്മേനി മംഗലം എന്നുള്ളതാണ്. അപ്പോൾ പാർവതി എന്ന പേരുള്ള എല്ലാവരും, അല്ലെങ്കിൽ പാറക്കുട്ടി എന്ന പേരുള്ള എല്ലാവരും വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നവരാണെന്ന് ഓർക്കുന്നു. അധികം കാലം ജീവിച്ചിരിക്കേണ്ടില്ല. എല്ലാ മഹാന്മാരും വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഈ ലോകം വിട്ടു പോയവരാണ്. 36-ാമത്തെ വയസ്സിൽ ഇവർ വിട്ടുപോകുന്നു. വിവേകാനന്ദൻ കുറച്ചാൾ ജീവിച്ചിരുന്നുള്ളൂ, ക്രിസ്തു കുറച്ചാൾ ജീവിച്ചിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് കാലമൊക്കെ മതി വലിയ സംഭാവന നൽകാൻ എന്ന് ഈ പാർവതി നെന്മേനി മംഗലം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അവസാനമായിട്ട് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ബേബി മാഷയുടെ ആദ്യത്തെ സംരംഭം ഇപ്പോഴും ഫലമണിഞ്ഞിട്ടില്ല. തൃശ്ശൂരിൻ്റെ സാമ്പത്തിക ചരിത്രത്തെക്കുറിച്ചാണ്. ഈ തൃശ്ശൂരിൻ്റെ വിവിധങ്ങളായുള്ള സംഭാവനയെക്കുറിച്ച് വരാനുള്ള ആ പുസ്തകം അധികം താമസിക്കാതെ ഇറങ്ങുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ഗ്രന്ഥം രചിക്കുന്ന ആൾക്ക് അതിൻ്റെ ആത്മാവറിയുന്ന ആൾക്ക് അതിനെ പറ്റിയ തലക്കെട്ട് കൊടുക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയാമെങ്കിലും ഇറങ്ങാൻ പോകുന്ന ബേബി മാഷ അടുത്ത സംരംഭത്തിൻ്റെ ആ പുസ്തകത്തിന് ഞാനൊരു തലക്കെട്ട് നിർദ്ദേശിക്കുകയാണ്. ഞങ്ങൾക്ക് ഈ തൃശ്ശൂരുണ്ട്, ഈ തൃശ്ശൂരിന് ഞങ്ങളുമുണ്ട്. താങ്ക് യു. ഏറെ നന്ദി ഫാദർ. എന്തൊക്കെ പറഞ്ഞാലും ബേബി മാഷും ഫാദറും തമ്മിലുള്ള ആ അടുപ്പം, ആ വൈകാരികത ആ വാക്കുകളിൽ അനുഭവിക്കാനായി. തൻ്റെ പഴയ സഹപാഠിയുടെ ജീവിതത്തിലെ സന്തോഷകരമായൊരു മുഹൂർത്തത്തിന് സാക്ഷിയാവാൻ മാത്രമായി സ്വിറ്റ്സർലൻഡിൽ നിന്നും നാട്ടിലെത്തിയ വ്യക്തിയാണ് ശ്രീ ജെയിംസ് സേവ്യർ. എഴുത്തിൻ്റെ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ബേബി സാറിനും ഏറെ ആഹ്ലാദകരമാണെന്നറിയാം. ആശംസകൾ അർപ്പിക്കുന്നതിനായി ശ്രീ ജെയിംസ് സേവ്യർ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ശ്രീമതി തങ്കം നെന്മേനി മംഗലം, വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ വ്യക്തികളെ, സുഹൃത്തുക്കളെ, ബേബിക്ക് വേണ്ടിയിട്ട് എന്ത് പറയണമെന്ന് ഞാൻ ആലോചിക്കണം. എനിക്ക് തന്നെ ഒരു പിടുത്തം കിട്ടുന്നില്ല. ഞങ്ങൾ പഴയ സഹപാഠിയാണ്. ഞാൻ, സുധാകരൻ മാഷ്, ബേബി മാഷ്. ഞങ്ങൾ 50-51 വർഷങ്ങൾക്ക് മുമ്പ് കുറവലങ്ങാട് ദേവമാതാ കോളേജിലെ BA എക്കണോമിക്സ് ബാച്ചിൽ ഞങ്ങൾ സഹപാഠികളായിരുന്നു. ആ കാലഘട്ടം കലാപകലുഷിതമായ ഒരു കലാലയ അന്തരീക്ഷമായിരുന്നു. എന്നും സമരങ്ങൾ. രണ്ടാം നിലയിൽ പഠിക്കുന്ന ഞങ്ങൾക്ക് താഴെ
ഒരു സിന്ദാബാദ് കേട്ടാൽ ഉടനെ തന്നെ ക്ലാസ് വിടുന്ന, ക്ലാസ് ഉപേക്ഷിക്കുന്ന അധ്യാപകർ. ഒരു വിചിത്രമായ പഠന കാലഘട്ടമായിരുന്നു അത്. അന്നത്തെ ഒരു ചെറിയ സംഭവം ഡോക്ടർ ബേബി മാഷിനെ പറ്റി പറയാനുള്ളത്, എന്തോ ഒരു നിസ്സാര കാര്യത്തിന് സമരവുമായിട്ട് ഞങ്ങളുടെ ക്ലാസ് റൂമിലേക്ക് കുറേ സുഹൃത്തുക്കൾ വന്നപ്പം ക്ലാസ് ഉടനെ നിർത്താൻ അന്നത്തെ അധ്യാപകനായ ജോസഫ് മാഷ് ശ്രമിച്ചു. അദ്ദേഹം ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ സാറിൻ്റെ കൈക്ക് പിടിച്ച് തിരിച്ച് ആ ക്ലാസ്സിൻ്റെ ആ സ്റ്റേജിലേക്ക് ബേബി മാഷ് കൊണ്ടുവന്നു. ഞങ്ങൾക്ക് അന്നു മുതൽ തന്നെ അറിയാം, ഒരു പ്രത്യേക എനർജിയുടെ ഒരാളാണ് നമ്മുടെ ഡോക്ടർ ബേബി മാഷ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ചെറിയൊരു കയ്യെഴുത്ത് മാസിക യുവത എന്ന പേരിൽ നടത്തിയിരുന്നു. അദ്ദേഹം ഇത്രയും നല്ലൊരു പുസ്തകം എഴുതി ഈ കഴിഞ്ഞ 8 വർഷം അദ്ദേഹം അതിൻ്റെ ഓരോ അധ്യായങ്ങളും തീരുമ്പോഴും പല സുഹൃത്തുക്കളായ ഞങ്ങൾക്ക് പലർക്കും അത് അയച്ചു തരുമായിരുന്നു, ഞങ്ങളുടെ ഫീഡ്ബാക്ക് മേടിക്കുമായിരുന്നു, എപ്പോഴും അത് ചർച്ച ചെയ്യുമായിരുന്നു. കഴിഞ്ഞ ദിവസം ആ 51 വർഷം മുമ്പ് കൂടിയ സഹപാഠികളുടെ ഒരു ചെറിയ കൂട്ടായ്മ 2 ദിവസം മുമ്പ് ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഒന്നിച്ച് പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ഈ വേദി നീക്കുന്നത്. ഡോക്ടർ ബേബി മാഷിന് ഈ പുസ്തകം അത് വിജയകരമാകട്ടെ, അതൊരു വൈറലാകട്ടെ. അദ്ദേഹം ഈ പുസ്തകത്തിൽ പറഞ്ഞ പല കാര്യങ്ങളും അങ്ങേയറ്റം ചിന്താകരമായ കാര്യങ്ങളാണ്. പ്രത്യേകിച്ചും 19-ാം നൂറ്റാണ്ടിലെ കേരള സ്ത്രീകളുടെ അവസ്ഥകളെപ്പറ്റി അദ്ദേഹം പറഞ്ഞു. മൊത്തം ചരിത്രം അദ്ദേഹം അതിനകത്ത് കൊളോണിയലിസവും ടിപ്പു സുൽത്താൻ്റെ ആക്രമണങ്ങളും. ഇന്ന് ഒരു ചെറിയ വാക്കുകൂടെ പറയട്ടെ, ബേബി മാഷ് ഓർക്കുന്നുണ്ടോ, 74-75 കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പൊളിറ്റിക്സ് സാറ് കുര്യാക്കോസ് സാറ് പറഞ്ഞൊരു വാചകം, ചൂണ്ടിക്കാണിക്കുന്നവർ പിടിക്കപ്പെടുകയും പിടിക്കപ്പെടുന്നവർ വിധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന്. കാരണം ചരിത്രബോധമില്ലാത്ത ഒരു വലിയ ജനത ജനാധിപത്യത്തിൽ എന്നും ഒരു ഭീഷണിയാണ്. ആ ഒരു കാലഘട്ടം നമ്മുടെ പല പല സമയങ്ങളായി നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം ഇതുപോലെയുള്ള ഒരു പുസ്തകം, ചരിത്രത്തിലേക്കുള്ള ഒരു എത്തിനോട്ടം, അത് ആഗ്രഹിക്കുന്നവർക്ക് അതൊരു റെഫറൻസ് പുസ്തകമായിട്ട് സൂക്ഷിക്കുവാൻ പ്രയോജനപ്പെടട്ടെ. ഞങ്ങളുടെ പഴയ സഹപാഠികൾ ഡോക്ടർ ബേബി മാഷിൻ്റെ ഈ പുസ്തകത്തിന് എല്ലാവിധ വിജയങ്ങളും നേരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത പുസ്തകം വരുവാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. അടുത്തതായി ആശംസകൾ അർപ്പിക്കാൻ എത്തുന്ന വ്യക്തിയെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു വരിയുണ്ട്. എൻ്റെ ഹൈസ്കൂൾ കാലഘട്ടത്തിൽ VT ഭട്ടതിരിപ്പാടിൻ്റെ കണ്ണീരും കിനാവും എന്ന് ജീവിത സ്മരണകളിലെ ഒരു ഭാഗം, സായന്തന കാറ്റേറ്റ് പടിഞ്ഞാറേ ആലിൻ ചുവട്ടിൽ എന്തോ മനോരാജ്യത്തിലാണ്ട് നിൽക്കുകയായിരുന്നു ഞാൻ എന്ന് തുടങ്ങുന്ന വളർന്നു വരുന്ന ഒരാത്മാവ് എന്ന ഭാഗത്തിലെ ആ വരിയെന്നല്ല, ആ മുഴുവൻ ഭാഗവും മനഃപ്പാഠമാക്കിയതാണ് ഒരുപക്ഷെ ഞാനടങ്ങുന്ന എൻ്റെ തലമുറയിൽപ്പെട്ടവരെല്ലാം എന്ന് പറയേണ്ടി വരും. സ്ത്രീകളെ അടുക്കളയിൽ നിന്നും അരങ്ങിലെത്തിച്ച, വിധവയെ സുമംഗലിയാക്കാൻ മുൻകൈയെടുത്ത ശ്രീ VT ഭട്ടതിരിപ്പാട് ആശംസകൾ അർപ്പിക്കുന്നതിനായി അദ്ദേഹത്തിൻ്റെ മകനും സാഹിത്യകാരനുമായ ശ്രീ VT വാസുദേവൻ സാറിനെ ഏറെ അഭിമാനത്തോടെ, ആദരവോടെ, സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഗുരുജനങ്ങളെ, സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ, മുഖ്യാതിഥി ഭാരതീയ വിദ്യാഭവൻ ചെയർമാൻ കൂടിയായ TS പട്ടാഭിരാമൻ തുടങ്ങിയ വിശിഷ്ടരെ, വേദിയിലും സദസ്സിലുമുള്ള സുഹൃത്തുക്കളെ, ഹൃദ്യമായ ഈ പുനർവായനയ്ക്ക് നിമിത്തമായ തീർന്ന ബേബി മാഷും കുടുംബാംഗങ്ങൾ, നെന്മിനി മംഗലത്തെ അമ്മ, ഇത് ഏറ്റുവാങ്ങാൻ വന്ന അമ്മ തങ്കോപ്പോൾ, പിൻതലമുറ, ഇവർക്കൊക്കെ എൻ്റെ നമസ്കാരം. സഹോദരന്മാരായ പുരുഷന്മാരെ,
സഹോദരിമാരെ, നിങ്ങളെ എല്ലാവരെയും മുറ പോലെ വന്ദിക്കുന്നു. 92 കൊല്ലം മുമ്പ് പാർവതി നെന്മിനിമംഗലത്തിൻ്റെ തളിപ്പറമ്പ് നമ്പൂതിരി യുവജന സംഘം വാർഷികത്തിലെ അധ്യക്ഷ പ്രസംഗത്തിൻ്റെ തുടക്കം ഞാൻ കടമെടുക്കുകയാണ്. ആ വേദിയിൽ എൻ്റെ അച്ഛനുണ്ടായിരുന്നു. ആ സദസ്സിൽ പാർവതി നെന്മിനിമംഗലത്തോടൊപ്പം പുതപ്പും കൊടിയും വലിച്ചെറിഞ്ഞ എൻ്റെ അമ്മയും ഉണ്ടായിരുന്നു. നൂറ്റാണ്ടിൻ്റെ പ്രായമുള്ള സാമൂഹ്യ ചരിത്രത്തിൽ ഇപ്പോഴും ജീവിക്കുന്ന ആ അമ്മമാരുടെ സ്മരണയ്ക്ക് അഭിവാദ്യം. ഇവിടെ നിൽക്കാനുള്ള എൻ്റെ അർഹത അതുമാത്രമാണ്. നമ്മുടെ നവോത്ഥാന നാളുകളിൽ ആവേശകരം, പക്ഷേ പിന്നീട് എന്തുകൊണ്ടോ വിസ്മൃതവും തിരസ്കൃതവുമായി തീർന്ന ചില ചരിത്ര സന്ദർഭങ്ങളുടെ, ജീവിത കഥകളുടെ, പോരാട്ടങ്ങളുടെ ഓർമ്മ പുതുക്കുക എന്നത്, ആ ഓർമ്മ പുതുക്കുന്ന സുഖം വർത്തമാനകാല മൂല്യവിചാരത്തിൻ്റെ ഉശിര് ഈ പുസ്തക പ്രകാശനത്തിനുണ്ട്. പ്രചോദനകരവും അതേസമയം വിജ്ഞാനപ്രദവുമാണ് ഇത്തരം ചരിത്ര ഗ്രന്ഥങ്ങളുടെ വായനാനുഭവം. മറ്റുള്ളവരെ അറിയുന്നതിൽ, വിലയിരുത്തുന്നതിൽ ബിരുദന്മാരാണ് മലയാളികൾ. എന്നാൽ സ്വയം നമ്മളെ അറിയുന്നതിൽ ഉദാസീനരും. ഈ ധാരണ തിരുത്തുകയാണ് സാമ്പത്തിക ശാസ്ത്ര വകുപ്പ് മേധാവിയായി വിരമിച്ച പ്രൊഫസർ, പ്രഗത്ഭ വിദ്യാഭ്യാസ പ്രവർത്തകൻ ഡോക്ടർ ബേബി സാർ. സാക്ഷാൽ സാർtre ഒരു സുഹൃത്തിനെ പരിഹസിച്ചതുപോലെ പുസ്തകങ്ങൾ എഴുതിക്കൂട്ടുന്ന യന്ത്രമല്ല, പ്രൊഫഷണൽ എഴുത്തുകാരനുമല്ല ഗ്രന്ഥകർത്താവ്. അദ്ദേഹം ആളുകളെ പ്രോത്സാഹിപ്പിച്ചിട്ട് എഴുതിക്കുകയേ ചെയ്തിട്ടുള്ളൂ. ഇത് അദ്ദേഹത്തിൻ്റെ കന്നി പുസ്തകമാണെന്നുള്ള അപൂർവതയുമുണ്ട്. സമർപ്പണ ബുദ്ധിയോടെ വേണ്ടുവോളം സമയമെടുത്ത് ധാരാളം വിവരങ്ങൾ ശേഖരിച്ച് തയ്യാറാക്കിയ ഈ സമ്പന്ന ചരിത്രരേഖ പ്രൊഫസർ മൈക്കിൾ തരകനും പ്രൊഫസർ തോമസ് ഐസക്കൊക്കെ അവതാരികയിൽ സൂചിപ്പിച്ചിട്ടുള്ള ഈ ശ്രദ്ധേയ പഠനം, അത് ചവറ്റുകൊട്ടയിലിടാതെ പ്രസിദ്ധീകരണത്തിന് തിരഞ്ഞെടുത്ത സാഹിത്യ അക്കാദമിയുടെ മുൻ പബ്ലിക്കേഷൻ ഓഫീസർ ഡേവിസ്, അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്കാരിയും ഇപ്പോഴത്തെ പബ്ലിക്കേഷൻ ഓഫീസറായിട്ടുള്ള നയനതാര, അക്കാദമിയുടെ സെക്രട്ടറി ആയിട്ടുള്ള യോഗാധ്യക്ഷൻ, അവരൊക്കെ പ്രബുദ്ധ കേരളത്തിനോട് നീതി കാട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. പാർവതി നെന്മിനിമംഗലത്തെ പോലുള്ള പരിഷ്കർത്താക്കളുടെ ഗുണഫലം അനുഭവിച്ച തലമുറകളും സ്ത്രീപക്ഷ പ്രവർത്തകരും എഴുത്തുകാരും പ്രസാധകരും ഇല്ലായകയല്ല. പക്ഷേ അവരന്തരിച്ച് 3/4 നൂറ്റാണ്ടിന് ശേഷമാണ് ഇങ്ങനെ ഒരു ജീവചരിത്ര ഗ്രന്ഥമുണ്ടാവുന്നത് എന്നതും കൗതുകം. അപ്രതീക്ഷിത ഇടങ്ങളിൽ നിന്നാണ് എന്നും നന്മകൾ സംഭവിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങൾ കേരളീയ സമൂഹത്തിൽ പരിണാമാത്മകമായ പല ചലനങ്ങളും സൃഷ്ടിച്ച കാലഘട്ടമാണ്. പ്രത്യേകിച്ചും അന്തഃപുരങ്ങളിൽ എരിക്കാലി മൃഗങ്ങളെ പോലെ കഴിഞ്ഞിരുന്ന സ്ത്രീകളുടെ സ്വാതന്ത്ര്യ സമരം, മറക്കുട, പുതപ്പ്, അർദ്ധനഗ്നത, ഗോത്രവിഭാഗങ്ങളിൽ പോലും കാണാത്ത ഘോഷാസമ്പ്രദായം, കൂടെ പിറന്ന സഹോദരന്മാരെ പോലും കാണാൻ പറ്റാത്ത അസ്വാതന്ത്ര്യം, വിദ്യാശൂന്യത, പടുവൃദ്ധൻ്റെ പല ഭാര്യമാരിൽ ഒരാളാവൽ, സപത്നീ മത്സരം,
വേട്ടമൂസിൻ്റെ സർവപ്രഹരണായുധമായ ആവണപ്പലക കൊണ്ടുള്ള മർദ്ദനം, വൈധവ്യം, പെണ്ണായി പിറന്നതിൻ്റെ അവഗണനകൾ, ഒരാചാരമോ സമ്പ്രദായമോ മൂലം ഒരു ജനാവലി കേവലം അസ്വതന്ത്രരായി ഒന്നും ചെയ്യാൻ കെൽപ്പില്ലാതെ അധപ്പതിക്കുന്ന അവസ്ഥ, ബാലികമാരെ പൊതുവിദ്യാലയത്തിൽ അയക്കുന്നത് കുലധർമ്മത്തിന് വിരുദ്ധം എന്ന് വൈദികത്വം വാദിച്ചു. എഴുതാനും വായിക്കാനും അറിയുന്നവർ അന്തർജനങ്ങൾക്കിടയിൽ അന്ന് വളരെ കുറവ്. വിദുഷി, പരിഷ്കൃതാശയ ഒറ്റയാൾ പോലും ഉണ്ടായിരുന്നില്ല. അടുക്കളപ്പണിയല്ലാതെ മറ്റൊന്നും അവൾക്ക് നിർദ്ദേശിച്ചിരുന്നില്ല. ഒരു സ്ത്രീയുടെ ജീവചരിത്രം എഴുതാൻ പറഞ്ഞാൽ വയ്ക്കുക, വിളമ്പുക, പ്രസവിക്കുക എന്ന 3 വാക്കിൽ അല്പം കൂടി നീട്ടിയാൽ ഇട്ടിച്ചിരി ഇത്രനാൾ ജനിച്ചു, ഇത്രനാൾ വിവാഹിതയായി, ഇത്രനാൾ മരിച്ചു എന്ന 3 വാക്യത്തിലും തനിക്കത് അവസാനിപ്പിക്കാനാവും എന്ന് അച്ഛൻ പറഞ്ഞത് അതിനാലാണ്. നമ്പൂതിരി സമുദായത്തിൽ മൂത്ത മകനല്ലാത്ത വ്യക്തികളെല്ലാം, പ്രത്യേകിച്ച് സ്ത്രീ, അപ്രധാനമായ ആ കാലത്താണ് ബഹിർജനങ്ങളായ അപ്പന്മാരെയും അമ്പരപ്പിച്ച് പാർവതി നെന്മിനിമംഗലം വിപ്ലവ നായികയാവുന്നത്. മലയാളം എഴുതാനും വായിക്കാനും മാത്രം അറിയുന്ന 14-ാം വയസ്സിൽ തൃശ്ശൂർ ചേറ്റുപുഴ നെന്മിനിമംഗലത്ത് വാസുദേവൻ നമ്പൂതിരിയുടെ വധുവായി എത്തിയ പാർവതി ഉൽപ്പതിഷ്ണുവായ ഭർത്താവിൻ്റെ പിന്തുണയോടെ സ്വയം ഒറ്റപ്പെടുത്തുന്ന കുടയും പുതപ്പും ഉപേക്ഷിച്ച് രംഗത്തിറങ്ങി സ്വാതന്ത്ര്യത്തിൻ്റെ ശക്തിയും ആത്മവിശ്വാസവും അനുഭവിക്കുകയായിരുന്നു. നമ്പൂതിരി യോഗക്ഷേമ സഭയുടെയും യുവജന സംഘത്തിൻ്റെയും അന്തർജന സമാജത്തിൻ്റെയും അധ്യക്ഷ, കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗം എന്നിങ്ങനെ ഉന്നത പദവിയിലേക്ക് ഉയരുക, സമുദായ കോട്ടയിൽ തടവുകാരെ പോലെ കഴിഞ്ഞിരുന്ന സഹോദരിമാർക്കും കനിഷ്ഠന്മാർക്കും മോചനമന്വേഷിക്കുന്ന വിപ്ലവ ശ്രമങ്ങളിൽ മുഴുകുക, അങ്ങനെയുള്ള അപൂർവ കർമ്മകാണ്ഡമായിരുന്നു പാർവതി നെന്മിനിമംഗലത്തിൻ്റേത്. തൻ്റെ പ്രവർത്തനങ്ങളുടെ സത്ഫലങ്ങൾ കാണാൻ കാത്തു നിൽക്കാതെ 36-ാം വയസ്സിൽ അവർ ചരമമടയുകയായിരുന്നു. നീണ്ടുമെലിഞ്ഞ ആ സൗമ്യരൂപം, പ്രതിഷേധത്തിൻ്റെ കറുത്ത പൊട്ട് ഈ ചിത്രത്തിൽ മാത്രമേ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായിട്ടുള്ളൂ. എന്നാൽ അവരുടെ അടുത്ത സുഹൃത്തായിരുന്ന എൻ്റെ അമ്മ മനസ്സിൽ കൊണ്ടു നടന്ന വരികൾ മായാതെയുണ്ട്. നാരിമാർതൻ സമുദായമാകെ നായികയായി നിന്നെ വരിച്ചു, ഞങ്ങളിന്നും പടനിലത്തല്ലോ എങ്ങു പാർവതി നീ പോയി മറഞ്ഞു. ഞങ്ങളിന്നും പടനിലത്തല്ലോ എങ്ങു പാർവതി നീ പോയി മറഞ്ഞു. ഞങ്ങൾക്ക് ഈ ലോകമില്ല, ലോകത്തിന് ഞങ്ങളുമില്ല. ഉള്ളടക്കം മുഴുവൻ ഒളിപ്പിച്ചു വെച്ച ഈ പുസ്തകപ്പേര്, അതിന് ഒരു ബിബ്ലിക്കൽ പരിവേഷമുണ്ട്. എൻ്റേതായി ഒന്നുമില്ല, എന്നാൽ എല്ലാറ്റിൻ്റെയുമാണ് ഞാൻ എന്ന സോഫോക്ലിസിൻ്റെ മനുഷ്യസ്നേഹഗീതി അവർ കേട്ടിട്ട് പോലുമില്ല. തളിപ്പറമ്പ് പ്രസംഗത്തിലെ ഒരു വാക്യമാണ്, വളരെ യോജിച്ചിട്ടുള്ള ഒരു ശീർഷകമാണ് ബേബി മാഷ് ഈ പുസ്തകത്തിന് തിരഞ്ഞെടുത്തത്. സകല രാജ്യങ്ങളുടെയും സമുദായങ്ങളുടെയും പരിഷ്കാരത്തിൻ്റെ അടിസ്ഥാനം അവിടുത്തെ സ്ത്രീജനങ്ങളുടെ പുരോഗതിയാണ് എന്ന് വിവരിക്കാനാണ് ഗ്രന്ഥകർത്താവ് ഈ ജീവചരിത്ര രചനയിലൂടെ ശ്രമിച്ചിട്ടുള്ളത്. ഇത് ഒരു ജീവചരിത്രം മാത്രമല്ല, ഒരു വലിയ ഒരു റെഫറൻസ് ഗ്രന്ഥം കൂടിയാണ് ഇരുണ്ട കേരള ചരിത്രത്തിലേക്കുള്ളത്. ഈ പുസ്തകം ധാരാളം വായിക്കപ്പെടട്ടെ. ബേബി മാഷ്ക്ക് വീണ്ടും നന്ദി പറയുന്നു. ശ്രീ VT വാസുദേവൻ സാറിൻ്റെ വാക്കുകൾ ഓർമ്മപ്പെടുത്തലായി തന്നെ എടുക്കുന്നു. പലതിനെയും
പലരെയും സൗകര്യപൂർവ്വം മറന്നുകളയൽ പുതിയ കാലത്തിൻ്റെ സ്വഭാവമായി മാറുന്നു എന്ന് തിരിച്ചറിയുന്നു. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നത് ഞങ്ങളുടെ പ്രിയങ്കരനായ എന്ന് തന്നെ പറയട്ടെ ഭാരതീയ വിദ്യാഭവൻ്റെ എല്ലാമായ തൃശ്ശൂർ ഭാരതീയ വിദ്യാഭവൻ്റെ സെക്രട്ടറി ശ്രീ KP രാധാകൃഷ്ണൻ സാർ. നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ CP അബൂബക്കർ, സദസ്സിലും വേദിയിലുമുള്ള മഹത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഏറെ വൈകി ബേബി മാഷയുടെ മറുമൊഴിക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ 2 വാക്കിൽ എൻ്റെ ആശംസ ചുരുക്കുകയാണ്, 2 വാചകങ്ങളിൽ. കാരണം ബേബി കഴിഞ്ഞൊരു 5-8 വർഷമായിട്ട് നിരന്തരമായിട്ടുള്ള ഒരു തപസ് അനുഷ്ഠിക്കുന്ന പോലെ തപസ് അനുഷ്ഠിക്കുക തന്നെ ചെയ്തതിൻ്റെ ഫലമാണ് ഈ പുസ്തകം. പല പ്രാവശ്യം എഴുതി, പല പ്രാവശ്യം മാറ്റി എഴുതി. ഒരു പക്ഷേ ഈ പുസ്തകത്തെപ്പറ്റി ഒരു പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വരെ എനിക്ക് സുഖമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം 5 or 6 ആവർത്തി ഇത് വായിച്ചിട്ടുണ്ട്. ഓരോ അധ്യായങ്ങളും മാറ്റി എഴുതലും പിടിക്കലായിട്ട് ബേബി ഒരുപാട് നേരത്തെ ഡേവിസ് വെൽക്കം സ്പീച്ചിൽ പറഞ്ഞ പോലെ ഒരു പെർഫെക്ഷനിസ്റ്റാണ്. അതിൻ്റേതായിട്ടുള്ള ദോഷങ്ങളുമുണ്ട്. ഒരുപാട് ദീർഘിച്ചു പോയി എഴുതാനായിട്ട്. ഡാറ്റ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ എന്തായാലും അദ്ദേഹം എടുത്ത പ്രയത്നത്തിന് ഫലം ഉണ്ടാവട്ടെ. കൂടുതൽ ആൾക്കാർ വായിക്കാനും ചർച്ച ചെയ്യാനും ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. വേദിയിലും സദസ്സിലുമുള്ള എല്ലാ സുമനസ്സുകൾക്കും സ്നേഹവന്ദനം. സത്യം പറഞ്ഞാൽ ഒരു സമ്മിശ്ര വികാരത്തോടുകൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഈ ഗ്രന്ഥം ഞാൻ പൂർത്തീകരിക്കാൻ എനിക്ക് സാധിച്ചത് നിരവധി പേരുടെ നിർലോഭമായ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ്. അതിലേറ്റവും പ്രധാനമായിട്ട് പങ്കുവഹിച്ച എൻ്റെ ആദരണീയനായ ഗുരുനാഥൻ കൂടിയായിരുന്ന മൈക്കൽ തരകൻ സാറ്, അദ്ദേഹത്തിൻ്റെ പത്നി, അദ്ദേഹമായിരുന്നു ഈ പുസ്തകത്തെപ്പറ്റി ഇവിടെ അവതരിപ്പിക്കേണ്ടിയിരുന്നത്. പുസ്തകത്തിൻ്റെ പരിചയം നടത്തേണ്ട അദ്ദേഹമായിരുന്നു. അദ്ദേഹം ഒരു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതിൻ്റെ ആസ്വാദനമൊക്കെ എഴുതി ഞാൻ വരണം. ഞാൻ പറഞ്ഞു, സാറ് തീർച്ചയായിട്ടും വരണം. അപ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടായി. അപ്പോൾ അതിലൊക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ അതൊന്നും ബേബി ഒന്ന് പേടിക്കൊന്നും വേണ്ട, വരാമെന്ന് പറഞ്ഞു. പക്ഷേ ഇന്നലെ കാലത്ത് ഞങ്ങളുടെ 51 വർഷം മുമ്പുള്ള ക്ലാസ്മേറ്റ്സിൻ്റെ ഒരു ഗെറ്റ് ടുഗദർ എന്നല്ല എറണാകുളത്ത് എടപ്പള്ളിയിൽ നടക്കുമ്പോഴാണ് ഡോക്ടർ NJ ഫ്രാൻസിസ് മാഷ്, തച്ചൽ മാഷെ വിളിച്ച് പറഞ്ഞത്, ഇങ്ങനെ മൈക്കൽ തരകൻ സാറിൻ്റെ ഭാര്യ ഇങ്ങനെ അത് അവർ ഈ മീറ്റിംഗ് കഴിയുന്നവരെ 3 മണി ഒക്കെ ആകുന്നവരെ ഞങ്ങളോടൊന്നും പറഞ്ഞു. അല്ല, ഞങ്ങളോടൊന്നല്ല, എന്നോട് സുധാകരൻ മാഷ് ജെയിംസ് ഒന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമാണ്. എനിക്ക് പെട്ടെന്ന് ഇത് മാറ്റി വെക്കണം എന്നുള്ള ഇതായിരുന്നു വന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുസ്തക പരിചയം ആര് നടത്തും, ഇങ്ങനെയൊക്കെ ആകെ പ്രശ്നമായി. അപ്പം അന്നേരം തന്നെ ഞങ്ങൾ മൈക്കൽ തര സാറിൻ്റെ വീട്ടിൽ ചെന്നു. അപ്പം അതിന് മുമ്പ് തന്നെ സാറ് വേറെ 1-2 പേരോട് പറഞ്ഞു ഇത് മാറ്റി വെക്കരുത്. കാരണം സോഫി ടീച്ചറുടെയും കൂടെ ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ ഇത് ആദ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ സാറ് പറഞ്ഞു, ബേബി എനിക്ക് നല്ല ആരോഗ്യമില്ല. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ടീച്ചർ മൊബൈൽ മേടിച്ചിട്ട് പറഞ്ഞു, ബേബി ഞങ്ങൾ എന്താണെന്നുണ്ടെങ്കിലും 17-ാം തീയതി കാലത്ത് 9 മണിക്ക് അവിടെ ഉണ്ടാവും. പിന്നെ ആ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്ത് അത് ക്യാൻസൽ ചെയ്യുക, നിങ്ങളുടെ വീട്ടിൽ തന്നെയാണ് താമസിക്കുക. ഇതിനു മുമ്പ് അങ്ങനെയായിരുന്നു. പക്ഷേ അങ്ങനെ പറഞ്ഞ സോഫി ടീച്ചർ ഓർമ്മയായത് വലിയൊരു വിഷമമായിരുന്നു. പക്ഷേ നിവൃത്തിയില്ല, നമുക്കിതൊന്നും ഇറ്റ് ഈസ് ബിയോണ്ട് അവർ കൺട്രോൾ. പിന്നെ ഈ പുസ്തകം ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഒന്ന് തലയിൽ നിന്ന് ഇറക്കി വെക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് എല്ലാവരും ഞാൻ പിന്നെ സുരേഷിനോട് പറയായിരുന്നു, സുരേഷ് ഒരു 50 കസേര കൂടുതൽ ഇടരുത്. കാരണം അപ്പോൾ അങ്ങനെ. പക്ഷേ എനിക്കിങ്ങനെ എന്താ പറയുക, നിങ്ങളെല്ലാം വന്ന് നിങ്ങളോട് എങ്ങനെയാണ് നന്ദി പറയുക, നിങ്ങളോട് എങ്ങനെയാണ് എനിക്കറിയില്ല. പിന്നെ ഈ പുസ്തകത്തെപ്പറ്റി ഈ പുസ്തകത്തിൻ്റെ അകത്തുണ്ട്, അത് വായിച്ചിട്ട് മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഈ ഇവിടെ വന്ന പലരും എനിക്കിട്ട് പണി തന്നു എന്നുള്ളത് വീണ്ടും എനിക്ക് മനസ്സിലായത് തൃശ്ശൂരിൻ്റെ അത് എന്താണെങ്കിലും തൽക്കാലത്തേക്ക് ഒന്നുമില്ല.
പിന്നെ ഈ മീറ്റിംഗ് ഒരു 6:30 ആകുമ്പം തീരുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇപ്പം തന്നെ 7 മണി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും എന്താ പറയുക, ക്ഷമ നശിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ നിങ്ങൾ കാണിച്ച ഈ സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പിന്നെ എൻ.ജെ. ഫ്രാൻസിസ് മാസ്റ്റർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് ഞങ്ങൾ തമ്മിൽ പറഞ്ഞ് തീർത്തോളാം. നന്ദി, നമസ്കാരം. സ്കൂളിൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രാവശ്യം ബേബി സാറിനെ കാണുമ്പോഴും ഇത്രമേൽ നിഷ്കളങ്കനായ ഒരു വ്യക്തി എന്ന് എനിക്ക് ഉള്ളിൽ പലവട്ടം തോന്നിയിരുന്നു. അത് വീണ്ടും അദ്ദേഹം തെളിയിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ഏറെ നന്ദി. ഔപചാരികമായ നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി ശ്രീമതി NG നയനതാര, പബ്ലിക്കേഷൻസ് ഓഫീസർ, കേരള സാഹിത്യ അക്കാദമി, അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കട്ടെ. ആദരണീയ അധ്യക്ഷൻ, വേദിയിലെ സദസ്സിലുള്ള ബഹുമാനരെ, പ്രിയപ്പെട്ടവരെ, ബേബി മാഷ് പറഞ്ഞതുപോലെ തന്നെ സമയം ഒരുപാട് വൈകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അധികമൊന്നും സംസാരിക്കുന്നില്ല. എന്നാലും കേരള സാഹിത്യ അക്കാദമിക്ക് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും നന്ദിയും ബേബി മാഷെ ഞാനിവിടെ അറിയിക്കുകയാണ്. കാരണം ഞാൻ പബ്ലിക്കേഷൻ ഓഫീസർ ആകുന്നതിന് മുമ്പ് തന്നെ ഈ പുസ്തകത്തിൻ്റെ ജോലിയിൽ ആരംഭിച്ചിരുന്നു. പക്ഷേ അത് എൻ്റെ ഒരു കാലയളവിലാണത് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് എന്നതേ ഉള്ളൂ. അപ്പോൾ ഡേവിസ് നേരത്തെ നമുക്ക് സ്വാഗതം ആശംസിച്ച ഡേവിസ് ചേട്ടൻ്റെ കാലഘട്ടത്തിൽ തന്നെ അതിൻ്റെ ഒരുപാട് ജോലികൾ അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഒരു പൂർത്തിയാക്കാനായി നിങ്ങളുടെ മുന്നിലേക്ക് വളരെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഈ പുസ്തകം കൊണ്ടുവരാനായി എന്നുള്ളത് സാഹിത്യ അക്കാദമിയുടെ കൂടെ വലിയൊരു സന്തോഷമാണ്. അതുകൂടെ പങ്കുവയ്ക്കുന്നു. അതോടൊപ്പം ഈ ബേബി മാഷയുടെ അർപ്പണ ബുദ്ധിയെ, നേരത്തെ പറഞ്ഞ പെർഫെക്ഷനിസത്തിനെ എത്ര തവണ പ്രൂഫ് തിരുത്തിയാലും എത്ര തവണ അതിലെ വസ്തുക്കൾ പരിശോധിച്ചാലും മതിയാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ കറതീർന്ന കുറ്റമറ്റ ഒരു പുസ്തകമാണ് നിങ്ങളുടെ കയ്യിലിപ്പോൾ ഉള്ളത്. അതിൽ ഉള്ള ഒരു സന്തോഷം കൂടി ഞാനിവിടെ അറിയിക്കുകയാണ്. എന്നിട്ട് ഞാൻ എൻ്റെ ഔപചാരികമായിട്ടുള്ള കടമയിലേക്ക് കടക്കുന്നു. ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിച്ച ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ സർ, സ്വീകരിച്ച ശ്രീമതി തങ്കം നെന്മിനിമംഗലം, അധ്യക്ഷത വഹിക്കുന്ന ഞങ്ങളുടെ സെക്രട്ടറി ശ്രീ CP അബൂബക്കർ മാഷ്, മുഖ്യാതിഥിയായിരുന്ന ശ്രീ TS പട്ടാഭിരാമൻ, പുസ്തകം പരിചയപ്പെടുത്തിയ പ്രൊഫസർ NJ ഫ്രാൻസിസ്, ആശംസകൾ അർപ്പിച്ച പ്രൊഫസർ KG ജോസഫ്, റവറൻ ഫാദർ ഡോക്ടർ മാർട്ടിൻ KA, ശ്രീ ജെയിംസ് സേവിയർ, ശ്രീ വാസുദേവൻ മാഷ്, VT വാസുദേവൻ മാഷ്, ശ്രീ KP രാധാകൃഷ്ണൻ സർ, സ്വാഗത പ്രസംഗം നടത്തിയ ED ഡേവിസ് ചേട്ടൻ, ഒപ്പം ഈ പരിപാടിയുടെ ആത്മാവായ പ്രിയപ്പെട്ട ബേബി മാഷ്, ഒപ്പം ഈ പരിപാടി ഇത്ര നേരം വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ച സിന്ധു മാഡം, പിന്നെ ഈ പുസ്തകം വളരെ ക്ഷമാപൂർവ്വം ഇതിൻ്റെ പ്രീ പ്രസ് ജോലി നിർവഹിച്ച ശ്രീ മൗസൻ മൈസൺ തോമസ്, ഒപ്പം ഞങ്ങളെല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ നിറഞ്ഞ സദസ്സിൽ ഇത്ര നേരം ഇരിക്കുകയും ഞങ്ങളോട് വളരെ സഹകരിക്കുകയും ചെയ്ത നിങ്ങൾ ഓരോരുത്തർക്കും കേരള സാഹിത്യ അക്കാദമിയുടെയും സംഘാടക സമിതിയുടെയും പേരിൽ നന്ദി പറയുന്നു. നമസ്കാരം. ഈ യോഗം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. പട്ടിയോ പൂച്ചയോ ആയി ജനിക്കാം, പക്ഷേ ഒരപ്പനാവുക മാത്രം വയ്യ എന്ന് വീട്ടി പറഞ്ഞതുപോലെ നമ്പൂരി സ്ത്രീ അനുഭവിച്ചിരുന്ന ദുരിതങ്ങളും ശ്രീ VT വാസുദേവൻ സാറും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഘോഷയ്ക്കും മറക്കുടയ്ക്കും അപ്പുറത്ത് ജീവിച്ച് മരിക്കേണ്ടി വന്ന 4 ചുവരുകൾക്കുള്ളിൽ നിന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ അനന്തവിഹായസ് കാട്ടിക്കൊടുത്ത പാർവതി നെന്മിനിമംഗലത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് വീണ്ടും ഒരിക്കൽ ഇതുപോലെ ഒത്തുകൂടാമെന്ന പ്രതീക്ഷയോടെ ശുഭരാത്രി.